പ്രൈസ് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദൈവമക്കളോടും മിറക്കുലസ് ഓഫ് ആൻസ് മിനിസ്ട്രിയുടെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനം അറിയിക്കുന്നു. അല്പസമയം കർത്താവിൻ ദാസൻ പാസ്റ്റർ ബ്രദർ വിൽസൺ ഈസ് ഓൺ ദ ലൈൻ. അദ്ദേഹത്തോട് ചേർന്ന് നമുക്ക് ദൈവത്തെ പാടി സ്തുതിച്ച് മാത്രപ്പെടുത്താം. വിൽസൺ, വുഡ് യു പ്ലീസ്? ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, കർത്താവിൻ്റെ ദാസന്മാരെയും സഹോദരി സഹോദരന്മാരെയും എല്ലാവരെയും കർത്തൃനാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ മക്കളല്ലാത്തവർ ഭയത്തോടും ഭീതിയോടും കൂടാണ് ഇപ്പോഴത്തെ ചുറ്റുപാടുകളെ നോക്കിക്കാണുന്നത്. എന്നാൽ ദൈവാശ്രയവും ദൈവത്തിൽ പ്രത്യാശമുള്ള ദൈവമക്കൾക്ക് പാടുവാൻ കഴിയുന്നതായ 2 പാട്ടുകളാണ് ഞാൻ പാടുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറയുന്നത് അത് ഹൃദയത്തിൽ നിന്ന് പാടണമെന്നുണ്ടെങ്കിൽ കർത്താവിലുള്ള വിശ്വാസവും കർത്താവിലുള്ള ആശ്രയവും പ്രത്യാശയുള്ളവർക്ക് മാത്രം. അതുകൊണ്ട് നമുക്ക് ആ പാട്ട് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. പഴയ പാട്ടുകളാണ് ഞാൻ പാടുന്നത്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ചേർന്ന് പാടുക. ഹല്ലേലൂയ, സ്തോത്രം. ഭാരങ്ങളധികം വേണ്ടി കാരീരും പാണിയേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും. ഞാനൻ പാദങ്ങൾ വെച്ചിടും. നീ പോകാത്ത പാറമേ, എനിക്കായി പിളർന്ന പാറമേ, എനിക്കായി പിളർന്ന പാറമേ. തീരകളേറുമ്പോൾ തീരം വിട്ടു ഞാൻ പോകുമ്പോൾ എൻ പാടകിൽ ഞാനേകിനാൻ ആശയറ്റെന്നു തോന്നുമ്പോൾ ചാരത്തുണ്ടെന്നോതുന്ന പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ, പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ, പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ. പാരിൽ പാർക്കുമൽപായുസിൽ ഭാരങ്ങളധികം വേണ്ടി കാരീരും പാണിയേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും. ഞാൻ പാലങ്ങൾ വെച്ചിടും. നീങ്ങി പോകാത്ത പാറമേ, എനിക്കായി പിളർന്ന പാറമേ, എനിക്കായി പിളർന്ന പാറമേ. രോഗദുഃഖങ്ങളേറുമ്പോൾ മാനപീഡകളേറുമ്പോൾ ക്രൂശിൽ പങ്കപ്പടേറ്റതാ യേശു മാത്രമെന്നഭയം പാരിൽ ചേർത്തണച്ചിടും. ചേറ്റിൽ നിന്നുയർത്തിടും. കാതിൽ സാന്ത്വനമോദിടും. കാതിൽ സാന്ത്വനമോദിടും. പാരിൽ പാർക്കുമൽപായുസിൽ ഭാരങ്ങളധികം വേണ്ടി കാരീരും പാണിയേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും. ഞാനൻ പാദങ്ങൾ വെച്ചിടും. നീ പോകാത്ത പാറമേ, എനിക്കായി പിളർന്ന പാറമേ, എനിക്കായി പിളർന്ന പാറമേ. നമ്മുടെ ദേഹം മണ്ണിൽ മറിഞ്ഞാൽ നമ്മളെ ചേർത്ത്
സ്നേഹം മണ്ണിലുപേക്ഷിച്ചു പ്രാണൻ പ്രിയനിൽ ചേരുമ്പോൾ തോളാന്തരങ്ങൾ താണ്ടിടും യാത്രയിലും പ്രിയൻ തുണ കാണും മാറുകരയിൽ ഞാൻ വീണ്ടെടുത്തോരിൻ സംഘത്തെ എന്നെ കാത്തു നിൽക്കും സംഘത്തെ എന്നെ കാത്തു നിൽക്കും സംഘത്തെ പാരിൽ പാർക്കുമൽ പായസിൽ ഭാരങ്ങളധികം വേണ്ടി കാരീരും പാണിയേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും ഞാനൻ പാദങ്ങൾ വെച്ചിടും നീങ്ങി പോകാത്ത പാറമേ എനിക്കായി പിളർന്ന പാറമേ എനിക്കായി പിളർന്ന പാറമേ കണ്ണുകൾ കാണാമറുകര ഇമ്പങ്ങൾ വീരിയും തീരങ്ങൾ സ്വർണ്ണ സാരപ്പളികളാ കണ്ണഞ്ചിക്കുന്ന വീഥികൾ ഞാൻ സ്വന്തമായി തീരുമ്പോൾ യേശുവിൻ പാദം മൊത്തം ഞാൻ പൊൻമീനകളിൽ പാടും ഞാൻ പൊൻമീനകളിൽ പാടും ഞാൻ പാരിൽ പാർക്കുമൽ പായസിൽ ഭാരങ്ങളധികം വേണ്ടി കാരീരും പാണിയേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും ഞാനൻ പാദങ്ങൾ വെച്ചിടും നീ പോകാത്ത പാറമേ എനിക്കായി പിളർന്ന പാറമേ എനിക്കായി പിളർന്ന പാറമേ എനിക്കായി പിളർന്ന പാറമേ എനിക്കായി പിളർന്ന പാറമേ. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശയില്ലാത്തവർക്ക് ചേർന്ന് പാടുവാൻ കഴിയില്ല. ഹല്ലേലൂയ. നമ്മുടെ ഈ ലോകജീവിതം ക്ഷീണഭംഗരമാണ്. ലോകത്തിൻ്റെ സംഭവങ്ങളൊക്കെയും വിളിച്ചറിയിക്കുന്ന കർത്താവിൻ്റെ വരവാണ്. കർത്താവിൻ്റെ വരവിനെ ഓർക്കുന്ന ഒരു പാട്ടുകൂടി പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കാന്തനേശുവാലമേഘവേഗം വന്നിടും ആകുലങ്ങളില്ല നാട്ടിൽ നമ്മെ ചേർത്തിടും. കാന്തനേശുവാലമേഘവേഗം വന്നിടും ആകുലങ്ങളില്ല നാട്ടിൽ നമ്മെ ചേർത്തിടും. നോക്കി പാർക്കുന്നേ ശരിയതിൽ എന്നു വന്നിടും എന്നെ ചേർക്കുവാൻ. നോക്കി പാർക്കുന്നേ ശരിയതിൽ എന്നു വന്നിടും എന്നെ ചേർക്കുവാൻ.
രോഗം ദുഃഖമില്ല നാടകൾ, കണ്ണുനീരില്ലാത്ത വീടകൾ, ഹല്ലേലൂയ പാടി സന്നിധോ നിത്യകാലം കൂടെ വാഴുവാ. രോഗം ദുഃഖമില്ല നാടകൾ, കണ്ണുനീരില്ലാത്ത വീടകൾ, ഹല്ലേലൂയ പാടി സന്നിധോ നിത്യകാലം കൂടെ വാഴുവാ. നോക്കി പാർക്കുന്നേ ശിരിയനിൽ എന്നു വന്നിടും എന്നെ ചേർക്കുവാൻ. നോക്കി പാർക്കുന്നേ ശിരിയനിൽ എന്നു വന്നിടും എന്നെ ചേർക്കുവാൻ. വീടൊരുക്കി വേഗം വന്നിടും എന്നുരച്ച ആത്മനാഥനെ, ഇവിടെ കയറി വരുവിനെന്നതാ ദൈവശബ്ദം കാത്തു പാർക്കുന്നേ. വീടൊരുക്കി വേഗം വന്നിടും എന്നുരച്ച ആത്മനാഥനെ, ഇവിടെ കയറി വരുവിനെന്നതാ ദൈവശബ്ദം കാത്തു പാർക്കുന്നേ. നോക്കി പാർക്കുന്നേ ശിരിയനിൽ എന്നു വന്നിടും എന്നെ ചേർക്കുവാൻ. നോക്കി പാർക്കുന്നേ ശിരിയനിൽ എന്നു വന്നിടും എന്നെ ചേർക്കുവാൻ. ജാതി ജാതിയോട് എതിർക്കുന്നു, യുദ്ധങ്ങൾ വീട വീടയാ. ഓട്ടമോടി വേല തികയ്ക്കാം, വിളക്കിലെണ്ണ നിറച്ചു കാത്തിടാം. ജാതി ജാതിയോട് എതിർക്കുന്നു, യുദ്ധങ്ങൾ വീട വീടയാ. ഓട്ടമോടി വേല തികയ്ക്കാം, വിളക്കിലെണ്ണ നിറച്ചു കാത്തിടാം. നോക്കി പാർക്കുന്നേ ശിരിയനിൽ എന്നു വന്നിടും എന്നെ ചേർക്കുവാൻ. നോക്കി പാർക്കുന്നേ ശിരിയനിൽ എന്നു വന്നിടും എന്നെ ചേർക്കുവാൻ. കാന്തദേശുവാന വേഗം വന്നിടും, ആകുലങ്ങളില്ല നാട്ടിൽ നമ്മെ ചേർത്തിടും. കാന്തദേശുവാന വേഗം വന്നിടും, ആകുലങ്ങളില്ല നാട്ടിൽ നമ്മെ ചേർത്തിടും. നോക്കി പാർക്കുന്നേ ശിരിയനിൽ എന്നു വന്നിടും എന്നെ ചേർക്കുവാൻ. 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 ആമേൻ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്തൃദാസന്മാരെയും കർത്തൃദാസിമാരെയും വേഗം വരുന്നവനായ കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഓരോ ദിവസവും നമ്മുടെ മീറ്റിംഗ് അനുഗ്രഹമായി നടക്കുന്നു എന്ന് കേൾക്കുന്നതിൽ സന്തോഷം.
ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ സാക്ഷ്യങ്ങളും നമ്മളെ അധികം ധൈര്യപ്പെടുത്തുന്നതായി, അധികം പ്രത്യാശ ഉളവാക്കുന്നതായി തീരുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗിലും നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുന്നത് ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്ന് പാസ്റ്റർ ആന്റണിയാണ്. അദ്ദേഹം എറണാകുളം വൈറ്റില സ്വദേശിയാണ്. ഒരു കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടതെങ്കിലും കർത്താവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചുള്ള ആ മെസ്സേജ് കേട്ടപ്പോൾ കർത്താവിലേക്ക് വരുവാനിടയായി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നോർത്ത് ഇന്ത്യൻ പ്രവർത്തനങ്ങൾക്കായി പോകുവാൻ കർത്താവ് സഹായിച്ചു. കഴിഞ്ഞ 43 വർഷത്തോളമായി നോർത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, ആദ്യത്തെ 10 വർഷത്തോളം പഞ്ചാബിലായിരുന്നു, അത് കഴിഞ്ഞിട്ട് ജമ്മു ആൻഡ് കാശ്മീരിലായിരുന്നു. അനേകം പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോയെങ്കിലും അവിടെയെല്ലാം കർത്താവ് ആ ദൈവകൃത്യനെ ഇന്നും നിലനിർത്തിയിരിക്കുന്നു. കർത്താവിന്റെ ആ മാറ്റമില്ലാത്ത സ്നേഹം നിമിത്തം, കർത്താവിന്റെ ആ സുവിശേഷ വേലയോടുള്ള ആ അധമ്യമായ സ്നേഹ നിമിത്തം കർത്താവ് ഇന്നും ജമ്മു ആൻഡ് കാശ്മീർ നിർത്തിയിരിക്കുന്നു. നമുക്കറിയാം അവിടെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്. പക്ഷെ അതിന്റെ മധ്യത്തിലും കർത്താവിന്റെ സ്നേഹത്തെ അനേകരിലേക്ക് പകരുവാൻ കുടുംബമായി കർത്താവ് അവരെ ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ആകസ്മികമായി ചില വേർപാടുകൾ ഉണ്ടായി, മകളുടെ വേർപാടുകൾ ഉണ്ടാവുകയൊക്കെ ചെയ്തുവെങ്കിലും ആ ദുഃഖത്തിൽ ഒന്നും ആഴ്ന്നു പോകുവാൻ ഇടയാകാതെ കർത്താവിന്റെ സ്നേഹത്തിൽ നിർത്തിയിരിക്കുന്നു. ഏകദേശം 3 വർഷവും 7 മാസവും അവിടെ ജയിലിൽ അകപ്പെടുവാനിടയായി. താൻ ചെയ്യുന്ന പ്രവർത്തികൾ ആ ചർച്ചും സീൽ ചെയ്തു. ഒരു ഓർഫനേജ് ഉണ്ടായിരുന്നു, അതും ഗവൺമെന്റ് സീൽ ചെയ്തിട്ട് താൻ 3.5 വർഷത്തിലേറെ ജയിലിൽ കിടക്കുവാനിടയായി. എന്നാൽ നമുക്ക് പലരുടെയും കാര്യങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ജയിലില് നിരാശപ്പെടുവാനോ കഷ്ടപ്പെടുവാനോ പീഡ അനുഭവിക്കുവാനോ ഇടയാകാതെ ആ ജയിലിനുള്ളിലും സുവിശേഷത്തിന്റെ വയൽ പ്രദേശമാക്കി മാറ്റിയ ദൈവകൃത്യനാണ്. അനേകരോട് സുവിശേഷം പറയാനും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കർത്താവ് ഈ ദൈവകൃത്യനെ ഉപയോഗിക്കുവാനിടയായി. ഇന്ന് ആ മനോഹരമായ സാക്ഷ്യം കേൾക്കുവാൻ നമുക്ക് ഒരവസരം കിട്ടിയിരിക്കുകയാണ്. തന്റെ ഒത്തിരി അനുഭവങ്ങളുണ്ട്, നമുക്ക് സമയം തികയത്തില്ല. എങ്കിൽ പോലും കർത്താവ് നടത്തുന്ന വഴികളെ, കർത്താവ് ആ സുവിശേഷ പ്രവർത്തനങ്ങളിൽ കർത്താവ് നടത്തിയ ഒത്തിരി അനുഭവ സമ്പത്തുകൾ ഇഷ്ടം പോലെയുണ്ട്. അത് പറയുവാൻ, അത് ഷെയർ ചെയ്യുവാൻ ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുന്നു. കഴിവതും എല്ലാവരും വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുമെങ്കിൽ ഓൺ ചെയ്യുക. അവരവരുടെ പേരുകൾ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഐപാഡെന്നോ വിവോന്നോ ഒന്നും കൊടുക്കാതെ പേരുകൾ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലതായിരുന്നു. റീനെയിം ചെയ്യാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ പേര് എനിക്ക് ഇട്ട് തന്നാലും ഞാൻ മാറ്റുന്നതായിരിക്കും. വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് ഈ സാക്ഷ്യം ശ്രവിക്കാം. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പാസ്റ്റർ ആന്റണിയെ വളരെ ആദരവോടെ സ്നേഹത്തോടെ ഞങ്ങളുടെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാക്ഷ്യം പറയുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മിറക്കിൾസ് ഹാൻഡ് ഓഫ് ജീസസിന്റെ ഈ മീറ്റിംഗിൽ എന്നെ ക്ഷണിക്കുകയും പ്രൈസ് ദി ലോർഡ് ഇന്ന് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുവാൻ തക്കോണം ദൈവം ഇങ്ങനെ ഒരു അവസരം എനിക്ക് ലഭിച്ചതിനായിട്ട് ഞാൻ ആദ്യമായി എന്റെ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ഈ മീറ്റിംഗിൽ ലീഡ് ചെയ്യുന്നവർക്കും ഇതിൽ സംബന്ധിക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ജമ്മു കാശ്മീരിൽ നിന്ന് എൻ്റെ സ്നേഹ വന്ദനം ആദ്യമായിട്ട് അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശേഷാല് ഈ മീറ്റിംഗ് എന്നെ ക്ഷണിച്ചതായ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച ജോണും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ലീഡ് ചെയ്യുന്ന സിസ്റ്റർ ഷേർലി യോബിനും എന്നെ ഫോണിൽ സംസാരിക്കുവാൻ തക്കനോടെയായി തീർന്നു. പ്രിയ സഹോദരിയെയും ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകമായി എനിക്കെടുത്ത് പറയാനുള്ളത് നമ്മുടെ ഈ മിറക്കിൾസ് ഹാൻഡ് ഓഫ് ജീസസ് എന്നുള്ള ഈ മീറ്റിംഗില് അത് പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ നമുക്ക് ഒരിക്കതായ പ്രിയ വിൽസൺ കരോട്ട് പാസ്റ്റർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന അദ്ദേഹം ജമ്മു കാശ്മീരില് ഞങ്ങൾ താമസിക്കുന്ന ഭവനത്തിൽ കടന്നു വന്ന് അവർ കുടുംബമായി കടന്നു വന്ന് ചില ദിവസങ്ങൾ താമസിക്കുകയും ഇവിടുത്തെ പ്രവർത്തനങ്ങളെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കോണം ഇടയായിട്ടുള്ളതായ പ്രിയ സുഹൃത്തെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഞാനും എനിക്ക് വിൽസൺ കരോട്ട് നേരിൽ കാണുവാൻ തക്കവണ്ണം അവസരം ലഭിച്ചില്ല. കാരണം അദ്ദേഹം ഇവിടെ വരുന്ന സമയത്ത് ഞാൻ ജയിലിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ കാണുവാനായിട്ട് എനിക്ക് സാധിച്ചില്ല. എന്നാൽ
പലപ്പോഴും അവർ നടത്തുന്ന ആ മീറ്റിങ്ങിൽ ഞങ്ങൾ സംബന്ധിക്കുവാനും എൻ്റെ വൈഫ് വളരെ ആക്റ്റീവായി ആ മീറ്റിംഗ് അവരുടെ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നത് മൂലം പലപ്പോഴും അതെ ഈ വീഡിയോ കോൾ സൂം മീറ്റിങ്ങിൽ കൂടി അദ്ദേഹത്തെ കാണുവാൻ തക്കനോടെയായിട്ടുണ്ട്. നേരിൽ കണ്ടില്ല എങ്കിൽ തന്നെയും കാണുവാൻ തക്ക എന്നാൽ അദ്ദേഹത്തെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ സാക്ഷ്യം പറയുന്നതിനേക്കാൾ ഉപരിയായി കർത്താവിന്റെ സാക്ഷിയാകുവാൻ നോർത്ത് ഇന്ത്യയിൽ ലഭിച്ചതായ അവസരത്തെ ഞാൻ സാക്ഷ്യത്തിൽ നിങ്ങളോട് പറയുവാൻ തക്കവണ്ണം കൂടുതലായി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ജനിച്ചു വളർത്തപ്പെട്ടു. 1976 കർത്താവായ യേശു ക്രിസ്തുവിനെ എനിക്ക് വ്യക്തിപരമായി അറിയുവാനും സ്നേഹത്തെക്കുറിച്ച് ഗ്രഹിക്കുവാനും ഒക്കെയും ഇടയായിത്തത്. എറണാകുളത്ത് 1974 എൻ്റെ വീട് എറണാകുളത്താണ്. എറണാകുളത്ത് സിറ്റിയിൽ തന്നെ ഞാൻ താമസിക്കുന്നു. എറണാകുളം അത് 1976 മോറിസ് സെർലോ എന്ന് പറഞ്ഞ വ്യക്തി എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ നടത്തിയത് ഒരു ക്രൂസൈഡ്. ആ ക്രൂസൈഡിൽ സംബന്ധിക്കുവാൻ കടന്നുപോയതല്ല. എൻ്റെ ഒരു നേച്ചർ, ഞാൻ ചെറുപ്രായത്തില് കടൽ തീരത്ത് എറണാകുളം പട്ടണത്തെ പുഴ എടുത്ത് പാർക്കിലൊക്കെയും കടന്നുപോയി കാറ്റുകൊള്ളുന്ന ആ ഒരു അവസരം, ഒരു സ്വഭാവം എനിക്കുള്ളത് കൊണ്ട് ആ സമയങ്ങളിൽ ഞാൻ ആയിരിക്കുന്ന സമയത്ത് അവിടെ നടക്കുന്ന ആ ഒരു ക്രൂസിനെ കുറിച്ച് അതിന്റെ മൈക്കിൽ കൂടി അതിന്റെ സൗണ്ട് കേൾക്കുവാനൊക്കെയും ഇടയായി തീർന്നു. അതും പ്രകാരം ഞാൻ മീറ്റിംഗിൽ അവിടെ സംബന്ധിച്ച് ആ മീറ്റിംഗിന്റെ അവസാനം മോറിസ് സെർലോ അവിടെ നിന്ന് കരയുന്നതായ ഒരു ശബ്ദം മൈക്കിൽ കൂടി കേൾക്കുവാൻ, അത് കേട്ട ഉടനെ ഞാൻ അത് എന്താണെന്ന് അറിയാൻ വേണ്ടി, പ്രസംഗിക്കുന്ന ആൾ കരയുന്നത് എന്തിനാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ സ്റ്റേജിനടുത്തേക്ക് സ്ഥലത്തേക്ക്, മീറ്റിംഗ് നടക്കുന്ന ക്രൂസൈഡ് നടക്കുന്ന ഇടത്തേക്ക് കടന്നു ചെല്ലുകയും അപ്പോൾ അദ്ദേഹം സ്റ്റേജിൽ നിന്നുകൊണ്ട് താന് 2 കൈകള് ഏകദേശം കർത്താവ് യേശു ക്രിസ്തു ക്രൂശില് മരിച്ചെടുക്കുന്ന ആ അവസ്ഥ അതേപോലെ തന്റെ കൈകൾ വിരിച്ചുകൊണ്ട് താന് കർത്താവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് വിവരിക്കുന്നതായി കേൾക്കുവാൻ തക്കനോടെയായി തീർന്നു. ഞാനത് കേട്ടപ്പോൾ വളരെ ശ്രദ്ധാപൂർവം അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയും പെട്ടെന്ന് ഞാൻ അടക്കി എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ മുൻപിൽ ഒരു വലിയൊരു എന്തോ ഒരു പ്രത്യേക ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ തക്കനോടെയായി തീർന്നു. അങ്ങനെ അതുമൂലം അവിടെ കൂടി വന്ന ചില ആളുകളുമായി പരിചയപ്പെടുവാനും പിന്നീട് ദൈവസേനയിലേക്ക് അടുത്തു വരുവാനും കർത്താവിനെ അവരുമായി അടുത്ത് പരിചയപ്പെട്ട മൂലം അവരുടെ ചർച്ചയിൽ കടന്നു പോകുവാനും തുടർന്ന് കർത്താവ് യേശുവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാനുള്ളതായ ഒരു അവസരം കർത്താവ് ആ നാളുകളിൽ എനിക്ക് നൽകി തന്നു. തുടർന്ന് വളരെ ആത്മഭാരത്തോടെ ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് കർത്താവ് ഈ സത്യം മറ്റുള്ളവരോട് അറിയിക്കണം, അതിനുള്ളതായ ഒരു അവസരം എനിക്ക് ഒരുക്കി തരണമെന്നുള്ളതായ ആ ഒരു പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കല് ഗോസ്പൽ ഫോർ ഏഷ്യ KP യോഹന്നാൻ നടത്തുന്നതായ അവരുടെ എറണാകുളത്തുള്ളതായ അവരുടെ ഓഫീസിൽ ഞാൻ ഒരിക്കൽ അവിടെ അപ്രതീക്ഷിതമായി കടന്നു ചെല്ലുവാൻ തക്കനോടെയായി തീർന്നു. ഞാൻ അവിടെ കടന്നു നിന്നപ്പോൾ ഒരു സഹോദരനെ വളരെ മോശമായ രീതിയിൽ അദ്ദേഹത്തെ വഴക്ക് പറയുന്നതായിട്ട്, അദ്ദേഹത്തോട് കയർത്ത് കോപിക്കുന്ന ഒരു അവസ്ഥ എനിക്ക് അവിടെ കാണുവാൻ തക്കനോടെയായി തീർന്നു. കുറച്ചു കഴിഞ്ഞ ശേഷം ആ സഹോദരൻ വളരെ ദുഃഖത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അതിനുശേഷം ഞാൻ ആ ഓഫീസിലുള്ളതായ മാനേജർ ഞാൻ ഇപ്പോൾ ചോദിച്ചു, എന്തിനാണ് ആ സഹോദരൻ ഇത്രമാത്രം വഴക്ക് പറയാൻ കാരണം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ സഹോദരനോടൊപ്പം അടുത്ത തിങ്കളാഴ്ച, ഞാൻ ചെല്ലുന്നത് ഒരു ശനിയാഴ്ചയാണ്, അടുത്ത തിങ്കളാഴ്ച അത് 2 ദിവസത്തിന് ശേഷം ഇവിടെ നിന്ന് 9 സഹോദരന്മാരെ നോർത്ത് ഇന്ത്യയിലേക്ക് IET ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീം എന്ന സംഘടനയിലേക്ക് ഞങ്ങൾ സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് അയക്കാനായിട്ട് ഇരിക്കുകയാണ്. എന്നാൽ ഇന്ന് പോകുന്നേക്ക് 2 ദിവസം മുമ്പ്, അതായത് ശനിയാഴ്ച കടന്നു വന്നിട്ട് അദ്ദേഹം പറയാണ് അദ്ദേഹം പോകുന്നില്ല, അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് അയക്കുന്നില്ല, അദ്ദേഹം പോകുന്നില്ല എന്നിങ്ങനെ ആ സഹോദരൻ എന്ന് പറഞ്ഞ് അതിന്റെ വെളിച്ചത്തിലാണ് ആ സഹോദരനെ വഴക്ക് പറയാനിടയായി. കാരണം അദ്ദേഹത്തിന് വേണ്ടതായ എല്ലാ ക്രമീകരണം, അദ്ദേഹം ടിക്കറ്റ് ബുക്ക് ചെയ്തു, മറ്റു 8 സഹോദരന്മാരോടുകൂടി ടിക്കറ്റ് ബുക്ക് ചെയ്തു, മറ്റെല്ലാ ക്രമീകരണങ്ങളും ഗോസ്പൽ ഫോർ ഏഷ്യ അവർക്ക് വേണ്ടി ചെയ്ത് ആ സഹോദരന്മാർക്ക് ആ ടീമിന് വേണ്ടി ചെയ്തതാണ്. എന്നാൽ ഈ ഒരു സഹോദരൻ പോകാതെ ഇരിക്കുന്നത് കൊണ്ട് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വഴക്ക് പറയാൻ തക്കനോടെയായി തീർന്നു. എന്നാൽ ഞാൻ അതിങ്ങനെ കേട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആ ഒരു ടിക്കറ്റില് ഞാൻ എന്നെ അയക്കാമോ എന്നിങ്ങനെ ഞാൻ ചോദിച്ചായിരുന്നു.
അദ്ദേഹം പറഞ്ഞു വളരെ സന്തോഷം പോകാൻ പറ്റുന്നതെങ്കിൽ ആ ഒരു ടിക്കറ്റ് ഉണ്ട്, ട്രെയിനിന്റെ ലീഡറായിട്ടുള്ള ആൾക്കാർ നിങ്ങളെ വേണ്ട വിധത്തിൽ കെയർ ചെയ്തോളും, ട്രെയിനിൽ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹത്തെ കാരണം ഓൾറെഡി 8 പേരുള്ള അവരുടെ കൂട്ടത്തിൽ ഇരുന്നാൽ മാത്രം മതിയെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. ഞാൻ ഏതായാലും എൻ്റെ ഭവനത്തിൽ വന്നു. അത് കേട്ടതിന് ശേഷം വീട്ടിൽ വന്ന് എൻ്റെ ഫാദറിനോട് പറഞ്ഞു. ഫാദർ അത്രയും അത് കയറി വന്നേക്കാൻ ഇടയായി തീർന്നില്ല. എങ്കിലും ഞാൻ അടുത്ത സൺഡേ, ഞായറാഴ്ച അടുത്ത ദിവസം ചർച്ചിൽ കടന്നു നിന്ന്, ഞാൻ പോകുന്ന ചർച്ചിൽ കടന്നു നിന്ന് ഇപ്രകാരം പറഞ്ഞു, ഞാൻ അടുത്ത ദിവസം തിങ്കളാഴ്ച ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക്, പഞ്ചാബിലേക്ക് ഞാൻ പോവുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത്രയും പറഞ്ഞ് ഞാൻ അവിടെ ഇരിക്കുവാൻ തക്ക ഇടയായി തീർന്നു. ഞാൻ ഇരുന്നപ്പോൾ എല്ലാവരും പെട്ടെന്ന് എന്നെ നോക്കി. കാരണം എനിക്ക് അന്നേരം വലിയ പ്രായമൊന്നുമില്ല, വളരെ ചെറുപ്പമാണ്. എല്ലാവരും അത് ചിരിച്ചും കൊണ്ട് എന്റെ മുഖത്തേക്ക് നോക്കി. അതിന് ശേഷം അവിടെ ഇരിക്കുവാൻ തക്ക ഇടയായിരുന്നു. ആളുകളെല്ലാം അവിടെ ഇരുന്നു. മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം, അന്നത്തെ ആരാധന കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ചോദിച്ചത്, നോർത്ത് ഇന്ത്യയിലെ എന്തിനാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇതുപോലെ തന്നെ 9 സഹോദരന്മാര് നോർത്ത് ഇന്ത്യയിലേക്ക് അയക്കുന്ന ഒരു ടീമിനെ അയക്കുന്നു. സുവിശേഷ പ്രവർത്തനായ ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ ടിക്കറ്റിലാണ്, അദ്ദേഹത്തിന്റെ സ്ഥാനത്താണ് ഞാൻ പോകുന്നത് എന്ന് പറയാൻ തക്കനോടെയായി തീർന്നു. അങ്ങനെ പ്രിയ ദൈവങ്ങളെ, അടുത്ത ദിവസം, അതെ തിങ്കളാഴ്ച, പെട്ടെന്നുള്ള ഒരു തീരുമാനം. ആ തിങ്കളാഴ്ച ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഷോൾഡർ ബാഗിൽ എൻ്റെ ബൈബിള്, ഒരു തോർത്തും ഒരു ബൈബിളും മാത്രം എൻ്റെ കയ്യിലുള്ളത്. കാരണം എനിക്ക് നോർത്ത് ഇന്ത്യയെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. അവിടെ എനിക്ക് ആവശ്യമായ ഡ്രസ്സുകളോ ഒന്നുമില്ല. ഞാൻ ഒരു അവസ്ഥയിൽ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ അവിടെ കടന്നപ്പോൾ മറ്റ് 8 സഹോദരന്മാർ അവരെ അയക്കുവാൻ വേണ്ടി അവരുടെ ഭവനത്തിൽ നിന്ന് വളരെ അധികം ഒത്തിരി ആളുകൾ കടന്നു വരികയും അവർക്ക് വേണ്ടതായ പെട്ടിയും ബോക്സും മറ്റെല്ലാ ആവശ്യമായ ഡ്രസ്സുകളെല്ലാം എടുത്തുകൊണ്ടാണ് അവിടെ വന്നിരിക്കുന്നത്. എന്നാൽ ഞാൻ എൻ്റെ ഷോൾഡർ ബാഗിൽ ഒരു ബൈബിളും ഒരു ചെറിയ തോർത്തല്ലാതെ മറ്റൊന്നും ഞാൻ കരുതിയിട്ടില്ല. കാരണം ഞാൻ ഓർത്ത് എനിക്കുള്ള ആവശ്യമായിട്ടുള്ള ഡ്രസ്സുകളെല്ലാം അവിടെ ചെന്ന് എനിക്ക് തരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാനൊന്നും അങ്ങനെയുള്ള ചിന്ത എനിക്ക് മനസ്സിലുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് മാറി കൊടുക്കാനുള്ള ഡ്രസ്സ് വേണമെന്നോ അങ്ങനെയുള്ളൊരു ചിന്ത ഒന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. ഏതായാലും പ്രിയ സഹോദരന്മാരോടൊപ്പം ഞാൻ അവിടെ നിന്ന് യാത്ര ചെയ്യുവാൻ ഇടയായി തീർന്നു. ഏകദേശം 4ാമത്തെ ദിവസം ഞാൻ പഞ്ചാബിൽ, 4ാമത്തെ രാവിലെ സമയം ഞാൻ പഞ്ചാബിൽ എത്തിച്ചേരുവാൻ ഇടയായി. ഞാൻ അവിടെ വന്നപ്പോൾ ഞാൻ കൊടുത്ത ഡ്രസ്സുകളെല്ലാം മുഷിഞ്ഞതായ ഒരു അവസ്ഥയിലായിരുന്നു. എങ്കിൽ തന്നെയും മറ്റ് എൻ്റെ കൂടെ വന്ന സഹോദരന്മാരാരും എന്നോട് സംസാരിക്കുകയോ കൂടുതലായി കോണ്ടാക്ട് ചെയ്യാൻ ഒന്നും ഇടയാകാതെ എനിക്കുള്ള ആവശ്യമുള്ള ഭക്ഷണം മാത്രം അവർ തരും. അതല്ല മറ്റൊന്നും അവർ യാതൊരു സംസാരമൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ ട്രെയിനിലിരുന്ന് യാത്ര ചെയ്തു. ഞാൻ പഞ്ചാബിലെ IIT ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീം പി.ജി. വർഗീസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ടീമിലാണ്, അദ്ദേഹത്തിന്റെ ഭവനത്തിലാണ് കടന്നു വന്ന ഉടനെ തന്നെ മറ്റെല്ലാ 8 സഹോദരന്മാരെയും പി.ജി. വർഗീസ് വളരെ ഹാർദമായി സ്വാഗതം ചെയ്തു. ഞാൻ എൻ്റെ വേഷവും എൻ്റെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ഷോൾഡർ ബാഗ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്തുള്ളതായ ഒരു ബൈബിൾ, ഈ തോർത്തെല്ലാം മറ്റൊന്നും എൻ്റെ കയ്യിലില്ല. ആ ഒരു അവസ്ഥയിൽ എന്നെ കണ്ടപ്പോൾ ഈ സഹോദരൻ ഏതാണ് അദ്ദേഹത്തിന്റെ, കാരണം അദ്ദേഹത്തിന് അവർക്ക് അയച്ചു കൊടുത്ത ടീമിൽ എൻ്റെ പേരില്ല. അതുകൊണ്ട് പറഞ്ഞ ഒരു സഹോദരൻ വരാത്ത അദ്ദേഹത്തിന് പകരമാണ് ഈ സഹോദരനെ ഇവിടെ അയച്ചിരിക്കുന്നത്, ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. ഏതായാലും എന്നെയും സന്തോഷത്തോടെ സ്വീകരിച്ചു. എനിക്ക് അല്പം, ഞാൻ അവിടെ വന്നപ്പോൾ അല്പം ബുദ്ധിമുട്ടായ പനിയും ഛർദിലൊക്കെ വന്നതുകൊണ്ട് ഉടനെ ഞാൻ ഒരു റൂമിൽ പോയി കിടന്നു. എനിക്ക് തന്നായ ഒരു സ്ഥലത്ത് ഒരു ഹോളാണ്, അവിടെ പോയി ഞാൻ കിടക്കുവാൻ തക്കനോടിയായിരുന്നത്. രാത്രി ഏകദേശം ഒരു 11 മണിയായപ്പോൾ പെട്ടെന്ന് എൻ്റെ ഉറക്കമുണർന്ന് ഉറക്കത്തിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കുവാനും പെട്ടെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുവാനിടയായി, എനിക്ക് നാളെ ഉടുത്തു മാറാനുള്ള ഡ്രസ്സ് ഒന്നുമില്ലല്ലോ, എന്ത് ചെയ്യും? പെട്ടെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ പ്രകാരം ചിന്തിച്ചു. ഞാൻ പോയി ഉടുത്തായ ആ ഷർട്ടും പാൻറ്റും ഒന്ന് തിരുമ്മിയിടാം. ഞാൻ എൻ്റെ കയ്യിലുള്ള തോർത്തെടുത്ത് ഞാൻ ഉടുത്തതിന് ശേഷം അത് പോയി അലക്കി ഫാൻ്റെ അടിയിൽ കൊണ്ടുവന്ന് ഇട്ടു. പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ അത് അല്പമായി ഉണങ്ങിയത് ഞാൻ എടുത്തു ഉടുത്തുകൊണ്ട് ആ മീറ്റിങ്ങിൽ രാവിലെ നടക്കുന്ന മീറ്റിങ്ങിൽ അവിടെ സൗരന്മാർ കൊണ്ടുള്ള ആ ഡിസ്കഷനിൽ ഞാൻ അവരോടൊപ്പം കടന്നുപോയിരിക്കുവാൻ തക്കനോടെയായി തീർന്നു. അങ്ങനെയാണ് ഞാൻ നോർത്ത് ഇന്ത്യയിൽ അവിടെ കടന്നു വന്നതിന് ശേഷം എൻ്റെ ആഗ്രഹം ഒന്ന് മാത്രമേ ഉള്ളൂ, കർത്താവെ അവിടുത്തെ സാക്ഷിയാകുവാൻ തക്കവണ്ണം ഏത് ദിനെയെങ്കിലും അതിനുള്ള മുഖാന്തരം, അതിനുള്ള കൃപ എനിക്ക് തരണമെന്നുള്ളതായ ഒരു പ്രാർത്ഥന മാത്രമേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അവിടെ
ആയിരുന്നു 3 മാസത്തെ ട്രെയിനിങ്ങിന് ശേഷം മറ്റ് 8 സഹോദരന്മാരെയും പല സ്ഥലങ്ങളിലേക്ക് പറഞ്ഞയക്കുവാൻ തക്കണം ഇടയായി തീർന്നു. എന്നാൽ ഞാൻ ആ പിജോറിസിന്റെ അവരുടെ ഓഫീസിൽ തന്നെ നിന്നുകൊണ്ട് ആ പിജോറിസ് 3 മാസം കൊണ്ട് മറ്റ് 8 സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനേക്കാൾ എന്റെ സ്വഭാവം കൊണ്ടോ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ, എന്നെ കൂടുതലായി സ്നേഹിക്കുവാനും എന്നോട് പറഞ്ഞു, ആന്റണി മറ്റ് സഹോദരന്മാരെല്ലാം പല സ്ഥലങ്ങളിലേക്ക് പോട്ടെ, ആന്റണി ഇവിടെ ഓഫീസിൽ തന്നെ താമസിച്ചാൽ മതി. ആ സമയം കൊണ്ട് എനിക്ക് ആവശ്യമായ ഡ്രസ്സുകളൊക്കെയും പിജോറിസ് എനിക്ക് തരുവാൻ തക്ക ഇടയായി തീർന്നു. അതിനുശേഷം അവിടെ താമസിച്ചു. ചില ദിവസങ്ങൾക്ക് ശേഷമായി സുവിശേഷ പ്രവർത്തനമായിട്ടുള്ള ഒരു വേദി അദ്ദേഹം തന്നെ എനിക്ക് ഒരുക്കി തന്നു. കാരണം എനിക്ക് ഡ്രൈവിംഗ് അറിയാവുന്നതുകൊണ്ട് അവിടെ ഗോസ്പൽ ഫോർ ഏഷ്യയിൽ നിന്ന് അവർ കൊടുത്തതായ ഒരു വാൻ അവിടെ ഉണ്ടായിരുന്നു. ആ വാനില് ഫിലിം മിനിസ്ട്രിക്കായിട്ട് അതെ ഗ്രാമങ്ങളിലേക്ക് കടന്നു പോകുവാൻ തക്കവണ്ണം അതിനുള്ള അവസരം കർത്താവ് എനിക്ക് ഒരുക്കി തരികയായിരുന്നു. എനിക്ക് ആ ഒരു രീതിയിൽ, കാരണം ദൈവം എന്നെ കരങ്ങളിലെടുക്കുകയായിരുന്നു. ഞാൻ ആദ്യത്തെ 1-2 ദിവസം എനിക്ക് ലഭിച്ചതായ ട്രെയിനിങ് അനുസരിച്ച് അതെ ഫിലിം ഓപ്പറേറ്റ് ചെയ്യുവാനും മെഷിയ ചരിത്രം, ജീസസ് എന്നുള്ള ഫിലിമുമായി ഓരോ ഗ്രാമങ്ങളിലേക്ക് കടന്നു പോകും. വാനിൽ നിറച്ച് അതെ ഗോസ്പൽ പാക്കറ്റ്സും അതുപോലെ ട്രാക്റ്റുകള്, പുതിയ നിയമപ്രതികളൊക്കെയും നിറച്ച് വെച്ചുകൊണ്ട് അതേ ഒരു ഗ്രാമത്തിൽ ചെന്ന് വൈകിട്ട് ഏകദേശം ഒരു 4 മണിയോട് ഞാൻ ഒരു ഗ്രാമത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പാട്ടുകൾ വെച്ചും കൊണ്ട് മൈക്കിൽ കൂടി പാട്ടുകളെല്ലാം വെച്ചുകൊണ്ട് ആ ഗ്രാമവാസികളെ അതുപോലെ ഫിലിം നടക്കുന്നതായ ആ രീതിയിൽ അവരെ അറിയിക്കുകയും ഓരോ ദിവസവും നടക്കുന്ന, ഓരോ പ്രാവശ്യം നടക്കുന്നതായ ഈ ഫിലിം മിനിസ്ട്രിയിൽ കൂടി അത് ആയിരങ്ങളാണ് ഗ്രാമങ്ങളിൽ ഈ ഫിലിം. ആ സമയങ്ങളിൽ 1983 ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് അവിടെ കടന്നിരുന്നത്. ആ സമയത്ത് ഒരു ഫിലിം കാണുക എന്ന് പറഞ്ഞത് ഗ്രാമവാസികൾക്ക് വളരെ അതിശയകരമായ കാരണം ഒരു ഇതാണ്. അതുകൊണ്ട് ഗ്രാമത്തിലുള്ള ആളുകളെല്ലാം കൂടും അത് കാണുവാൻ വേണ്ടി. അവിടെ കടന്നു വന്നു ഫിലിം കാണുന്നതായ മനുഷ്യര് യേശുക്രിസ്തുവിന്റെ ജീവചരിത്രം, മെശിഹ ചരിത്രം, അതുപോലെ ജീസസ് എന്നുള്ള 2 ഫിലിമാണ് എന്റെ കയ്യിലുള്ളത്, ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത്. ഈ ഫിലിം കണ്ടുകൊണ്ട് അത് ഇരിക്കുന്ന ആളുകൾ അതിനെ കാണുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരം, ചിലവരിരുന്ന് അത് ആർത്തുഘോഷിക്കുന്നു. അതുപോലെ കർത്താവിന്റെ ക്രൂശീകരണത്തെ ആ ഫിലിമിലൂടെ കാണുമ്പോൾ ഇരുന്ന് പൊട്ടിക്കരയുന്നതായ അവസ്ഥകളൊക്കെയും എനിക്ക് നേരിൽ കാണുവാൻ തക്കണം ഇടയായി തീർന്നു. എന്നാൽ എന്റെ ഉദ്ദേശം അവർ ആ ഫിലിം കണ്ടതിന് ശേഷം കർത്താവിനെ കുറിച്ചുള്ള ആ ദൈവസ്നേഹത്തെ അവര് ഗ്രഹിക്കണം എന്നുള്ള ആകാംക്ഷയോടെ ഞങ്ങള് ആ ഫിലിമിന്റെ മധ്യേ ചെറിയൊരു ഷോർട്ട് മെസ്സേജ് അവർക്ക് കൊടുത്തതിന് ശേഷം, ഫിലിം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരോട് പറയും, നിങ്ങൾക്ക് ഞങ്ങൾ പ്രത്യേകമായ ഗിഫ്റ്റും ഇവിടെ കൊണ്ടുവന്ന ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുതിയ നിയമ പ്രതികളും പുതിയ നിയമ പുസ്തകവും അതുപോലെ ട്രാക്റ്റുകള്, ഗോസ്പൽ പാക്കറ്റ്സ് അവർക്ക് വേണ്ടി നിങ്ങൾക്ക് സമ്മാനമായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ട് ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ അതേ കാര്യങ്ങളാണ്. നിങ്ങളുടേതായ ജീവിതത്തിലുള്ളതായ പ്രശ്നങ്ങൾ, പ്രയാസങ്ങളൊക്കെയും വരുമ്പോൾ നിങ്ങൾ ഈ ട്രാക്റ്റുകൾ വായിക്കുകയോ അതല്ലെങ്കിൽ ഈ പുതിയ നിയമ പ്രതികൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ വായിക്കുമ്പോൾ അതെ നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രയാസത്തിൽ നിന്നും ഒക്കെയും ഒരു സമാധാനവും വിടുതലും അതേ രോഗസൗഖ്യമൊക്കെയും നിങ്ങൾക്ക് ലഭിക്കുവാൻ തക്കണം ഇടയായി തീരും. നിങ്ങൾ ഫിലിമിൽ കണ്ടതായ അതേ അത്ഭുത കാര്യങ്ങൾ, അത്ഭുത പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ അതെ ഈ പുസ്തകം വായിക്കുമ്പോഴും അല്ലെങ്കിൽ ഈ ട്രാക്റ്റിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് നിങ്ങൾ അതനുസരിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവ് യേശു ക്രിസ്തുവോട് പ്രാർത്ഥിക്കുമെന്ന് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് അവരോട് പറയാൻ തക്കവണ്ണം തീർന്നു. പ്രിയ ദൈവമക്കളെ, ഏകദേശം 10 വർഷക്കാലമാണ് വടക്കേ പഞ്ചാബിലെ ഈ ഇന്ത്യൻ ഇവാഞ്ചലിസ്റ്റ് ടീമുമായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ തക്കവണ്ണം. ഈ 10 വർഷത്തിനുള്ളിൽ അസംഖ്യമായിട്ട്, അതായത് എനിക്ക് തന്നെ പറയാൻ പറ്റും ഞാൻ എത്രമാത്രം ട്രാക്റ്റുകള്, ഗോസ്പൽ പ്രതികള്, പുതിയ നിയമങ്ങള് പഞ്ചാബിന്റെ ഗ്രാമങ്ങളിലും അതേ അനേക ഡിസ്ട്രിക്റ്റുകൾ, അനേക സ്ഥലങ്ങളിൽ കടന്നുപോയി ഡിസ്ട്രിബ്യൂട്ട് കൊടുക്കുവാൻ തക്കണം ഇടയായത് എനിക്ക് തന്നെ ഒരു കണക്കില്ല. കാരണം അത്രമാത്രം, കാരണം അത് ഗിഡിയൻസ് ന്യൂ ടെസ്റ്റ്മെന്റ് ഒക്കെയും ജോറിസ് പാസ്റ്റർ ഇന്ത്യൻ യൂണിവേഴ്സിറ്റിന്റെ ഓഫീസിലേക്ക് ട്രക്ക് കണക്കിന് വരുമ്പോൾ അതെല്ലാം ഞങ്ങള് അത് വണ്ടിയിൽ കയറ്റി, അതുപോലെ മറ്റു പല ഗോസ്പൽ പ്രതികളൊക്കെയും അത് ആ സമയത്ത് പി ജി വോറിസ് എന്ന് പറഞ്ഞ മനുഷ്യനെ സുവിശേഷം അറിയിക്കുവാനായിട്ടുള്ള ഒരു പാഷൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ളതുകൊണ്ട് ലഭിക്കുന്നിടത്തെല്ലാം ഇതുപോലെ ട്രാക്റ്റുകളും അതുപോലെ ഗോസ്പൽ പാക്കറ്റ്സും പുതിയ നിയമങ്ങളും ഒക്കെയും അതെ വാങ്ങിച്ചു കൂട്ടുന്ന ഒരു അവസ്ഥ ഇതെല്ലാം കൊണ്ടുവരുന്നു. അതെ ഞാൻ ഈ ഫിലിം മിനിസ്ട്രിയിൽ കൂടി ഹല്ലേലൂയ ഓരോ സ്ഥലങ്ങളിൽ അതെ ഓരോ ഗ്രാമങ്ങളിൽ കടന്നു പോകും, പഞ്ചാബിന്റെ തിരുവേദികളിൽ പല സ്ഥലങ്ങളിലൊക്കെയും കടന്നു പോകുമ്പോൾ ആളുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തക്കണം അത് ഇടയായി തീർന്നു. പ്രിയങ്ങളെ, യാതൊരു പ്രയാസമില്ലാതെ എനിക്ക് എത്രമാത്രം
ആ ഗോസ്പൽ പ്രതികൾ, പുതിയ നിയമങ്ങൾ എനിക്ക് വിതരണം ചെയ്യുവാനിടയാണ്. എനിക്ക് തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അറിയത്തില്ല, അത്രമാത്രം എനിക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാനും അതേ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ഏകദേശം 10 വർഷക്കാലം പഞ്ചാബിൽ അത് വർക്ക് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ ഞാൻ ഇന്ന് പറയട്ടെ, ഇന്ന് പഞ്ചാബില് ഹല്ലേലൂയ, ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഉണർവ് നടക്കുന്ന ഒരു ദേശമാണ് പഞ്ചാബ് എന്ന് എനിക്ക് കാണുന്നത്. അത്രമാത്രം ആളുകൾ ഇന്ന് പഞ്ചാബില് അത് പലയിടങ്ങളിൽ കൂടി വരുന്നതായിട്ട് എനിക്ക് കാണുവാൻ തക്ക ഇടയായി തീർന്നുണ്ട്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ 1989 എൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാനും എൻ്റെ വൈഫുമായി 1991 ആയപ്പോൾ ഞാൻ ജമ്മു കാശ്മീരിലേക്ക് പോകണം എന്നുള്ളതായ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയും അങ്ങനെയുള്ള ഒരു വിചാരം കർത്താവ് എനിക്ക് നൽകുകയും ഈ പഞ്ചാബിലെ പ്രകാരം സുവിശേഷ പ്രവർത്തനം ചെയ്തു. അതുപോലെ അതെ ജമ്മു കാശ്മീരിൽ കടന്നു പോകാൻ തക്കോണം ഞാൻ ഇന്ത്യൻ ടീമിനോട് ഇങ്ങനെ അവരോട് റിക്വസ്റ്റ് ചെയ്ത മൂലം അവരെന്നെ ജമ്മു കാശ്മീരിലേക്ക് അയക്കുവാൻ തക്ക ഇടയായി തീർന്നു. അവരുടേതായ ഒരു സഭ ഇവിടെ ഞാൻ കടന്നു വന്ന സ്ഥലത്തുണ്ട്. ആ സഭയിൽ കടന്നു വന്ന് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. എന്നാൽ അതിനുശേഷം പഞ്ചാബിൽ നടത്തിയതുപോലെ ഫിലിം മിനിസ്ട്രി അങ്ങനെയുള്ള പ്രവർത്തനം ഇവിടെ ജമ്മു കാശ്മീരിൽ ചെയ്യുവാൻ തക്കവണ്ണം എനിക്ക് അവസരം ഒരുക്കിയില്ല. കാരണം ഞാൻ ഓടിച്ചുകൊണ്ടിരുന്ന വാഹനവും അതേ വാനും അതുപോലെ തന്നെ മറ്റൊരാളെ ഏൽപ്പിക്കുകയും ഞാൻ എൻ്റെ കുടുംബമായിട്ട് ജമ്മു കാശ്മീർ കടന്നു വന്ന് അതേ സുവിശേഷ പ്രവർത്തനത്തിൽ ഇങ്ങനെ മുമ്പോട്ട് പോകാൻ തക്കന ഇടയായി തീർന്നു. ഞാൻ ഇവിടെ കടന്നു വന്നപ്പോഴും എങ്ങനെ പ്രവർത്തിക്കണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇവിടെ കടന്നു വന്നതിന് ശേഷം ഇവിടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനോ മറ്റ് ദൈവദാസന്മാരോ ചർച്ചകളോ ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു ഞാൻ കടന്നു വന്ന ആ സ്ഥലത്ത്. അങ്ങനെ ഞാൻ പലപ്പോഴും ചിന്തിച്ചു, കർത്താവെ, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു വ്യക്തി പോലും ഇവിടെ ഇല്ലല്ലോ എന്നുള്ള ആ ചിന്തയിൽ വളരെ ഭാരപ്പെട്ടുവെങ്കിലും ഒരു വക എനിക്ക് ലഭിച്ചു. ഞാൻ പഞ്ചാബിൽ കടന്നു വന്ന് അതേ വളരെയധികം ഇതുപോലെ തന്നെ ട്രാക്റ്റുകളും ഗോസ്പൽ പ്രതികളും അതേ ജമ്മു കാശ്മീരിലേക്ക് കൊണ്ടുവരുവാനും അവിടെ അതേ ഒറ്റയ്ക്ക് പല സ്ഥലങ്ങളിലേക്ക് കടന്നുപോയി, ഗ്രാമങ്ങളിലേക്ക് കടന്നുപോയി, പട്ടണങ്ങളും ഗ്രാമങ്ങളും പലയിടത്തും കടന്നുപോയി അത് വിതരണം ചെയ്യുവാനും ഭവനങ്ങൾ തോറും അത് ഈ ട്രാക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാനും അത് ഗോസ്പൽ പാക്കറ്റ്സുമായി ഓരോ ദിവസം രാവിലെ ഞാൻ എൻ്റെ ഷോൾഡർ ബാഗിൽ നിറച്ച് അത് പുതിയ നിയമവും ഗോസ്പൽ പാക്കറ്റ്സുകളും ട്രാക്റ്റുകളൊക്കെ ഓരോ ഭവനങ്ങളിൽ കടന്നുപോയി ഭവനം തോറും കയറി ഇറങ്ങി കൊടുക്കുവാനുള്ളതായ വലിയ ഭാഗ്യം കർത്താവ് എനിക്ക് നൽകി തന്നു. അങ്ങനെ അതേ ഓരോ പ്രവർത്തനം ഞാൻ ഒറ്റയ്ക്ക് എത്രമാത്രം എനിക്ക് ഈ ഓരോ ദിവസം ഇങ്ങനെ കൊടുക്കാൻ, ഒരു ദിവസം കൂടിപ്പോയി കഴിഞ്ഞാൽ അതേ 30-40 ഭവനങ്ങളിൽ കൂടുതലായി എനിക്ക് കയറിറങ്ങുവാൻ സാധിക്കുന്നില്ല. എത്രയോ ഭവനങ്ങൾ അതേ ജമ്മു കാശ്മീര് അതേ പല സ്ഥലങ്ങളിലുണ്ടല്ലോ. കർത്താവ് അവരുടെ അടുത്തേക്ക് എങ്ങനെ എനിക്ക് എത്തിച്ചേരുവാൻ സാധിക്കും? പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ചിന്താഗതി വന്ന് ഡൽഹിയില് ഗുഡ്ഗാവ് എന്ന് പറഞ്ഞ സ്ഥലം ഗ്രേസ് ബൈബിൾ കോളേജ് അതെ അവരുടെ വെക്കേഷൻ ടൈമിൽ സ്റ്റുഡൻസിനെ ഔട്ട്റീച്ച് വർക്കിന് വേണ്ടി അയക്കുന്നു എന്നുള്ള അറിയുവാൻ തക്കവിടെ തീർന്നു. അങ്ങനെ ഞാൻ ആ വെക്കേഷൻ ടൈം ആയപ്പോൾ അവിടെ നിന്ന് അതേ 10 സഹോദരന്മാരെ ആദ്യത്തെ വർഷത്തിൽ ഞാൻ കൊണ്ടുവരുവാൻ തക്കവിടെ തീർന്നു. അവരെ കൊണ്ടുവന്ന് അവർക്ക് 3 മാസം എൻ്റെ ഭവനത്തിൽ താമസിപ്പിച്ചുകൊണ്ട് അവരെ അതേ ഇതുപോലെ തന്നെ ഗോസ്പൽ ഡിസ്ട്രിബ്യൂഷനായിട്ട് അയക്കുവാൻ തക്കണമായിരുന്നു. അങ്ങനെ അതും ദീർഘമായി അങ്ങനെ പ്രൈസ് ലോർഡ് 3 മാസത്തെ കഴിഞ്ഞിട്ട് അവർ മടങ്ങിപ്പോവും. പിന്നീട് അതിനടുത്ത വർഷം ഇതുപോലെ സഹോദരന്മാരെ വിളിക്കും. മറ്റു പല ബൈബിൾ സ്കൂളിൽ നിന്ന് ഔട്ട്റീച്ച് വർക്കിനായി സഹോദരന്മാരെ വിളിക്കും. അങ്ങനെ ജമ്മു കാശ്മീരിന്റെ വിവിധ ഗ്രാമങ്ങളിൽ അവിടെയും കടന്നുപോയി അനേകമായ ട്രാക്റ്റുകളൊക്കെയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാൻ ഗോസ്പൽ ഭവനമായി എത്തിക്കുവാൻ തക്കണമിടയായി തീർന്നു. എന്നാൽ ഇതിന്റെ വിളിച്ചത് എനിക്ക് അനേകമായ പ്രതികൂലങ്ങൾ സംഭവിക്കാൻ തക്കണമിടയായി തീർന്നു. പലപ്പോഴും ഒരിക്കലും ഞാൻ ട്രാക്റ്റും ഗോസ്പൽ പ്രതികളും കടന്നുപോയി അത് ഭവനത്തിൽ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത സമയത്ത് ചില ആളുകൾ എന്നെ വന്ന് വളരെ മൃഗീയമായ രീതിയിൽ എന്നോട് കയർത്ത് സംസാരിക്കുവാൻ, എന്നെ ഉപദ്രവിക്കുവാൻ തക്കണവിടെയായി തീർന്നു. എൻ്റെ കയ്യിലുള്ള അതേ ട്രാക്റ്റുകൾ ഒക്കെയും അവർ വലിച്ചു കയറി ആ ബൈബിളൊക്കെയും വലിച്ച് ദൂരത്തേറിയും ചില അവിടെ ഉള്ള കാണയിലൊക്കെയും വലിച്ചെറിയുവാൻ തക്കണവിടെയായി തീർന്നു. അതിനുശേഷം എന്നെ പറഞ്ഞറിയിക്കുവാൻ പറ്റാത്ത രീതിയിൽ അവരെന്നെ ഉപദ്രവിക്കുവാൻ തക്കവിടെ ആയിത്തീർന്നു. അവരെന്റെ ഡ്രസ്സെല്ലാം വലിച്ചു കയറി എൻ്റെ ഷടി മാത്രം ഉള്ള ഒരു അവസ്ഥയിൽ ഞാൻ അതേ ഒരു ബസ് സ്റ്റാൻഡിനോട് അടുത്തുള്ള ഒരു സ്ഥലത്തായിരുന്നു. അവിടെ ചെന്ന് ഉപദ്രവിക്കുവാൻ തക്കവിടെ ആയിത്തീർന്നു. ഞാൻ നിലത്ത് അതേ ചോരയിൽ കുളിച്ച് നിലത്ത് കിടക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ എൻ്റെ ചങ്കിലേക്ക്, എൻ്റെ നെഞ്ചത്തേക്ക് വളരെ ശക്തമായ രീതിയിൽ ചവിട്ടുവാൻ തക്കണം. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. ചവിട്ടുവാൻ തക്കനോടെ ആയിത്തീർന്നു. അതിനുശേഷം അവർ ഇപ്രകാരം പറഞ്ഞു, മർ ജായെങ്കിൽ കഥം ഹോ ജായെങ്കിൽ ചൽ ജായെങ്കിൽ ഐസ ബോൾക്കും
അവിടെ നിന്ന് ഇത് മരിച്ചുപോയി, അയാൾ മരിച്ചുപോയിക്കോളും, അത് ചത്തുപോയിക്കോളും, അതിന്റെ കഥ കഴിഞ്ഞു, അത് നമുക്ക് പോയേക്കാം, ഇവിടെ പെട്ടെന്ന് പോയേക്കാം എന്നും പറഞ്ഞ് അവരവിടുന്ന് പോകുന്നു. എന്നാൽ അല്പസമയത്തിന് ശേഷം ചില ആളുകൾ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തതിനു ശേഷം പോലീസുകാർ അവിടെ വാനുമായി കടന്നു വന്ന്, അവരുടെ വണ്ടിയുമായി കടന്നു വന്ന് എന്നെ അവരവിടെ നിന്ന് ആ ഒരു അവസ്ഥയിൽ ഒരു ഷഡ്ഡി മാത്രമേ എനിക്കുള്ള എൻ്റെ ശരീരത്ത്, മറ്റൊന്നുമില്ല, ചോര എൻ്റെ തലയിൽ നിന്ന് ചോര ഒലിക്കുന്ന ആ അവസ്ഥയായിരുന്നു. എന്നാൽ ആ ഒരു അവസ്ഥയിൽ അവരെന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നതിന് ശേഷം എനിക്ക് വേണ്ടതായ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുവാൻ ഹോസ്പിറ്റലിലേക്ക് അയച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് ട്രീറ്റ്മെന്റ് ചെയ്തതിനു ശേഷം വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ കൊണ്ടുവന്നതിന് ശേഷം എന്നോട് ഒരു കാര്യങ്ങളൊക്കെ ചോദിച്ചു, നിങ്ങളെ എന്തിനോ ഉപദ്രവിക്കും. ഞാൻ പറഞ്ഞു, എന്നെ ആരോ ഉപദ്രവിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ കയ്യിൽ ഞാൻ ഇതുപോലെ തന്നെ ഒരു സുവിശേഷകനാണ്, കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഒരു വ്യക്തിയാണ്, കർത്താവിന്റെ സാക്ഷിയായി സുവിശേഷം അറിയിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ്. അപ്പൊ ആരാണ് യേശു ക്രിസ്തു ആരാണെന്നൊക്കെ ആ പോലീസുകാരൊന്നും ഞാൻ അവരോട് കർത്താവിനെ കുറിച്ച് സംസാരിക്കുവാനൊക്കെയും ഇടയായിരുന്നു. വളരെ വ്യക്തമായ രീതിയിൽ അവരോട് സംസാരിക്കുവാനും അവർക്ക് എന്നോട് വളരെയധികം അനുകമ്പയും സ്നേഹവും എന്നോട് വർദ്ധിക്കുവാൻ തൊക്കെയായിരുന്നു. ഈ മനുഷ്യൻ എന്തിനാണ് സുവിശേഷം ഈ ബുക്കുകളും ആളുകൾ കൊണ്ട് കൊടുക്കുന്ന ഈ മനുഷ്യൻ എന്തിനെങ്ങനെ ഉപദ്രവിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്നോട് ഏതെങ്കിലും രീതിയിൽ കേസോ കാര്യങ്ങളോ, ഞാൻ പറഞ്ഞു എനിക്ക് യാതൊരു ഒബ്ജക്ഷനും ഇല്ല, എന്നെ വിട്ടാൽ മതി, അദ്ദേഹത്തെ എന്നെ അവിടെ നിന്ന് പറഞ്ഞയക്കുവാൻ തൊക്കെ അവിടെ ആയിരുന്നു. എന്നാൽ അതിനുശേഷം പിന്നീട് ഞാൻ ഭവനത്തിലേക്ക് കടന്നു വന്ന് വീണ്ടും അതേപോലെ പഴയ പോലെ തന്നെ സുവിശേഷവുമായി ഭവനങ്ങളിൽ കടന്നു പോകാൻ തൊക്കെ അവിടെ ആയിരുന്നു. ഈ സമയങ്ങളിൽ പ്രൈസ് ലോർഡ്, എൻ്റെ ചെറിയൊരു സഭയായിരുന്നു. ആ സഭ വർദ്ധിച്ചു വരുവാൻ, ഗ്രോ ചെയ്യുവാൻ തൊക്കെ ആയിരുന്നു. അനേക ആളുകൾ സഭയിലേക്ക് കടന്നു വരുവാനും വിവിധ വിഷയങ്ങളുടെ മുഖത്ത് പ്രാർത്ഥിക്കുവാനും അവിടെയും അത്ഭുതമായ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള അനേക അവസരങ്ങൾ എനിക്ക് ലഭിക്കുവാൻ തൊക്കെ ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എൻ്റെ മക്കള് അവരും മുന്ന് പഠിച്ചു വലുതായി. എൻ്റെ മകള് പ്രൈസ് ലോർഡ് നേഴ്സിംഗ് പഠിച്ചു. ആ നാളുകളിൽ പ്രൈസ് ലോർഡ് അവൾക്ക് നല്ലൊരു ജോലി ഹരിയാനയിൽ ജിന്തൽ മെഡിക്കൽ കോളേജിൽ ലഭിക്കുവാൻ തൊക്കെ ഇടയായി തീർന്നു. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായി അവൾക്ക് ഒരു ചെറിയ ആക്സിഡന്റ്, അതായത് അന്നത്തെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ് അവൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ജോലി ചെയ്ത സമയത്ത് അന്നത്തെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അവളുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുവാനായിട്ട് ബാത്റൂമിൽ ചെന്ന് സ്ലിപ്പായി പുറകോട്ട് മാറുകയും അവളുടെ ഹെഡ് ഇഞ്ചുറിയായി, തലയിൽ ഒത്തിരി ബ്ലീഡിങ് ആയിട്ട് അവിടെ നിലത്ത് കിടക്കുവാൻ തൊക്കെ ആയിരുന്നു. അല്പസമയത്തിന് ശേഷം അവളെ മറ്റ് ഐസിയിലേക്ക് മാറ്റി അവിടുന്ന് വെന്റിലേറ്ററിലേക്ക് മാറി. പിറ്റേ ദിവസം അവളെ ലോകത്തുനിന്ന് മാറ്റപ്പെടുവാൻ തൊക്കെ ഇടയായി തീർന്നു. അങ്ങനെ എൻ്റെ മകൾ ഈ ലോകത്തുനിന്ന് 2015 അവളെ ലോകത്തുനിന്ന് മാറ്റപ്പെടുവാൻ തൊക്കെ ഇടയായിരുന്നു. അതിനുശേഷമായി ഞാൻ വളരെ ദുഃഖത്തിലായെങ്കിലും എൻ്റെ മകളുടെ പേരിൽ ആ വിഷയത്തോടനുബന്ധിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് വളരെയധികം പൈസ ഒക്കെ എനിക്ക് അവളുടെ പേരിൽ അത് ഇൻഷുറൻസും മറ്റുമായിട്ട് എനിക്ക് ലഭിക്കുവാൻ തൊക്കെ തീർന്നു. ഞാൻ ആ പൈസ അടുത്ത കർത്താവെ, എനിക്ക് ഈ പണം എന്തിനു വേണ്ടി ഞാൻ ഉപയോഗിക്കണം? ഞാനോട് ചെറിയൊരു ചിൽഡ്രൻസ് ഹോം നടത്തി കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് അവർക്ക് അനാഥ കുഞ്ഞുങ്ങളായിട്ട് പിള്ളേരുള്ളത് എന്ന് പലർക്കും എനിക്കറിയാം. അവരെ കൊണ്ടുവന്ന് അവരെ പഠിപ്പിച്ച് അവരെ നല്ലൊരു നിലയിലെത്തിക്കണം, അവരെ കർത്താവിന്റെ ദൈവസ്നേഹത്തിൽ അവരെ വളർത്തണം എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ അങ്ങനെ എൻ്റെ സഭയുമായി ചെറിയൊരു ഓർഫനേജ് ആരംഭിക്കുവാൻ തൊക്കെ ഇടയായി തീർന്നു. ആ ഓർഫനേജ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് പിന്നെയും സുവിശേഷ വിരോധികൾ എനിക്കെതിരായി പ്രവർത്തിക്കുവാൻ തൊക്കെ ഇടയായി തീർന്നു. അവര് എന്നെ എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് നശിപ്പിച്ചു കളയണം, അല്ലെങ്കിൽ എന്നെ ഇവിടെ നിന്ന് ഓടിക്കണം എന്നുള്ള ചിന്തയോടുകൂടി അവര് ഞാൻ പഠിക്കുന്ന എൻ്റെ അടുത്തുള്ള ഓർഫനേജ്, ചില കുട്ടികൾ ഫുള്ളി ഓർഫണും ചില കുട്ടികൾ സെമി ഓർഫൺ ആയിട്ടുള്ള കുട്ടികൾ, ഏകദേശം 21 കുട്ടികൾ എൻ്റെ കൂടെ ഞങ്ങളുടെ ഭവനത്തിൽ പാർക്കുമായിരുന്നു. അവർക്ക് വേണ്ടതായ എല്ലാ ക്രമീകരണമൊക്കെയും ചെയ്തുകൊണ്ട് അവരെ അങ്ങനെ അപ്രകാരം കൊണ്ടുവന്ന ഒരു അവസ്ഥയിലായിരുന്നു. എന്നാൽ ഈ കുഞ്ഞുങ്ങളെ വെച്ചും കൊണ്ട് അവരെ മതം പരിവർത്തനം, കാരണം മറ്റുള്ള അന്യജാതിയിൽ നിന്നുള്ള കുഞ്ഞുങ്ങൾ കൊണ്ടുവന്ന് അവരെ ക്രിസ്ത്യാനിയാക്കി മാറ്റുന്ന പല കാര്യങ്ങളൊക്കെയും എനിക്കെതിരായിട്ട് പലപ്പോഴും ഒക്കെ സംസാരിക്കാൻ തൊക്കെ ഇടയായി തീർന്ന ഞാൻ അതൊന്നും കെയർ ചെയ്ത് വളരെ സന്തോഷമായിട്ട് മുമ്പോട്ട് പോവുകയായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായ സുവിശേഷ വിരോധികൾ എനിക്കെതിരായി 2018 സെപ്റ്റംബർ ആയപ്പോൾ എനിക്കെതിരായി അവര് എനിക്കെതിരായ സുവിശേഷ വിരോധികൾ ഒത്തിരി എതിരായി ചില പ്രവർത്തനമൊക്കെ എനിക്കെതിരായി കള്ള കേസ് ഉണ്ടാക്കി എന്നെ പോലീസ് സ്റ്റേഷനിൽ എന്നെ പിടിച്ചു കൊണ്ടുപോയി എന്നെ പോലീസിൽ ആക്കുവാൻ തൊക്കെ ഇടയായിരുന്നു. എൻ്റെ പേരിൽ ചാർജ് ചെയ്തായ കേസ്
അത് ഒത്തിരി അത് മോശമായ രീതിയിലുള്ള കേസ് അവർ എൻ്റെ പേരിൽ ചാർജ് ചെയ്തുകൊണ്ട് ഞാൻ ഈ ഓർഫണേജ് പിള്ളേരെ അവരെ യൂസ് ചെയ്ത് അവരെ മോശമായ രീതിയിൽ അവരെ ഇവിടെ നിർത്തിക്കൊണ്ട് അവരെ അവര് കുഞ്ഞുങ്ങള് ഉപയോഗിക്കുന്ന എന്നുള്ള രീതിയിൽ അവരെനിക്കെതിരായി കേസ് ചെയ്യുകയും ആ കേസ് അത് എനിക്ക് ജയിലിൽ നിന്ന് മോചനം പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ ആ കേസിന്റെ വെളിച്ചത്തിൽ അവർ എന്നെ ജയിലിലേക്ക് ആക്കുവാൻ തക്കനവിടെയായി തീർന്നു. ഞാൻ അങ്ങനെ 2018 സെപ്റ്റംബർ 5-ാം തീയതി എന്നെ ജയിലിലേക്ക് മാറ്റുവാൻ തക്കനവിടെയായി തീർന്നു. എന്നാൽ ജയിൽ കടന്നു പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ജീവിതത്തിൽ ജമ്മു കാശ്മീരിലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തീവ്രവാദികളെ കൊണ്ടുവന്ന് അത് പലയിടങ്ങളിലും ഒത്തിരി പ്രയാസങ്ങളുള്ളതായ ഒരു സ്റ്റേറ്റ് ആയിട്ട് പലപ്പോഴും നിങ്ങൾക്ക് അറിയുവാൻ തക്കണ എൻ്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമായിരുന്നു, കർത്താവെ ഈ തീവ്രവാദികളോട് സുവിശേഷം അറിയിക്കണം എന്നുള്ളതായ ഒരു വലിയ ചിന്താഗതി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല ജയിലില് എല്ലാ വർഷവും ക്രിസ്മസിന്റെ ടൈം ആകുമ്പോൾ അതുപോലെ ഈസ്റ്ററിന്റെ ടൈം ആകുമ്പോഴും 2 പ്രാവശ്യം ഇതുപോലെ തന്നെ ചർച്ചിലെ ദൈവദാസന്മാരെ വിളിച്ച്, ചർച്ചിലെ പാസ്റ്റർമാരെ വിളിച്ച് അവിടെ ഒരു ദിവസത്തെ ഒരു പ്രവർത്തനം, ഒരു ഗോസ്പൽ പ്രവർത്തനം അവിടെ നടത്തുവാൻ തക്കോണം സുവിശേഷം അവിടെ അറിയിക്കുവാനുള്ളതായ ഒരു അവസരം ഞങ്ങൾക്ക് ജയിൽ സൂപ്രണ്ട് ഒരുക്കി തരുമായിരുന്നു. അങ്ങനെ ഞാൻ ഒരിക്കൽ ജയിൽ മിനിസ്ട്രിക്കായി ജയിലിൽ കടന്നു നിന്നപ്പോൾ അവിടെ ജയിലിനകത്തുള്ളതായ കുറ്റവാളികളെ കണ്ടുകൊണ്ട് എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്രകാരം ചിന്തി, കർത്താവെ ഇത് വർഷത്തിൽ ഒരിക്കലും മാത്രം ഒരു ദിവസം മാത്രമാണല്ലോ ഇവരുടെ അടുത്ത് കടന്നു വന്ന് ഇവരോട് സുവിശേഷം അറിയിക്കുവാനും കർത്താവിനെ കുറിച്ച് സാക്ഷിക്കായി ഇവരോട് പറയുവാൻ തക്കവണ്ണം ദൈവസ്നേഹത്തെ അവരോട് പറയുവാൻ ഈ കുറ്റവാളികള് സംസാരിക്കുവാനൊക്കെ ഇടയാകുന്നത്. അത് ഈ ജയിലിനകത്ത് കിടന്നുകൊണ്ട് ജയിലിനകത്ത് താമസിച്ചുകൊണ്ട് അങ്ങനെ ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ അത് ഈ കുറ്റവാളികളുമായി കൂടുതലായി അടുത്ത് പരിചയപ്പെടുവാനും അവരോട് സുവിശേഷം അറിയിക്കുവാനുള്ളതായ അവസരം അത് ലഭിക്കുമല്ലോ എന്നുള്ള ചിന്തയോടുകൂടി ഒരിക്കൽ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുവാൻ നിൽക്കണ, പലപ്പോഴും ജയിലിലുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെ ഇടയായിത്തീർന്നു. എന്നാൽ ദൈവം എൻ്റെ പേരിൽ ഈ സുവിശേഷ വിരോധികള് എനിക്ക് എതിരായി കള്ള കേസ് ഉണ്ടാക്കി അത് എന്നെ ജയിലിലേക്ക് അയച്ചത് ഞാൻ പിന്നീട് എനിക്ക് മനസ്സിലാക്കുവാൻ തക്കണോ അത് ദൈവത്തിന്റെ ഒരു പ്ലാൻ ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ തക്കണോ. ജയിലിൽ കടന്നു വന്ന് ജയിലിൽ ചെന്നതിന് ശേഷം അവിടെ ടെൻഷനിലും ഡിപ്രഷനിലും കഴിയുന്നതായ അനേക കുറ്റവാളികളെ നേരിൽ കാണുവാൻ, അവരെ പരിചയപ്പെടുവാൻ, അവരെ പ്രകാരമാണ് കുറ്റവാളികളായി തീർന്നതെന്നും അനേകര് നിരപരാധികളായ കുറ്റവാളികൾ പോലും അനേകരവിടെ ഉണ്ട്. അത് തെറ്റ് ചെയ്യാതെ തന്നെ അത് അപ്രതീക്ഷം വിവിധ നിലകളിൽ അവിടെ ജയിലിൽ കടന്നു വന്നായ അനേകർ അവിടെ ഉണ്ട്. ഏകദേശം 400-ലധികം കുറ്റവാളികൾ എന്നെ ആക്കിയിരിക്കുന്ന ആ ജയിലിൽ കാണും. ഓരോ സെല്ലിലും 25-30 പേരുള്ളതായ ഓരോ സെല്ലുകളുണ്ട്. ആ സെല്ലിലാണ് ഓരോ ഈ ആളുകൾ താമസിപ്പിക്കുന്നത്. ഞാൻ ജയിലിൽ കടന്നതിന് ശേഷം എന്നെയും ഇതുപോലെ തന്നെ ഒരു സെല്ലിനകത്തേക്ക് എന്നെ കൊണ്ടുപോകാൻ തക്കണം ഇടയായിത്തീർന്ന ആ സെല്ലിൽ എന്നെ ആക്കിയതിന് ശേഷം ഞാൻ ചെന്ന ആ ദിവസം തന്നെ, അന്ന് രാത്രി തന്നെ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ജയിലിനകത്ത്, ആ സെല്ലിനകത്ത് ഒരു മനുഷ്യൻ രാത്രി കിടക്കുവാനായി പോകുമ്പോൾ അദ്ദേഹം വളരെ ശബ്ദമുയർത്തി കരയുന്നതായിട്ട് എനിക്ക് കാണുവാൻ തക്കണം ഇടയായിത്തീർന്നു. ഞാൻ അദ്ദേഹത്തെ കരഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഡിസ്റ്റർബായി. അവിടെ ആ സെല്ലിൽ കഴിയുന്ന ഏകദേശം 30ഓളം പേരുണ്ടാവും ആ ഒരു സെല്ലിൽ തന്നെ. അവർക്ക് കിടന്നുറങ്ങുവാൻ തക്കം പറ്റത്തില്ല. ഒരു ഹോളാണ്. ആ ഹോളിനകത്ത് നിലത്ത് ഞങ്ങൾക്ക് കിടക്കാനായിട്ട് ഒരു ചെറിയൊരു സൗകര്യമുണ്ട്. അതിനകത്താണ് ഞങ്ങൾ കിടക്കുന്നത്. എന്നാൽ ഈ മനുഷ്യന് കിടന്ന് കരയുന്ന കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഒരു ഡിസ്റ്റർബായി തോന്നുകയും ഒരു പ്രയാസം, എന്താണ് ഇദ്ദേഹത്തെ കിടന്ന് കരയുന്നത്, ചിലപ്പോൾ എന്താ കാര്യമൊന്നും അറിയാതെ പിറ്റേ ദിവസം ഞാൻ ആ മനുഷ്യന്റെ അടുത്ത് കടന്ന്, നിങ്ങൾ രാത്രിയിൽ ഇത്രമാത്രം കരയുന്നതിന്റെ ആവശ്യം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഡ്രഗ്സ് വിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഒരിക്കലും ഡ്രഗ്സുമായി പോകുന്ന പോലീസുകാരെന്നെ പിടിച്ച് വളരെ മോശമായ രീതിയിൽ എന്നെ ഉപദ്രവിക്കുക, എന്നെ ഇടിക്കുകയൊക്കെ ചെയ്തു. അതുപോലെ എൻ്റെ പത്തുവാരിയിൽ എന്നെ ഒരു ഫ്രാക്ചർ ഉണ്ടാവുകയും അതിന്റെ വേദന എനിക്ക് സഹിക്കാൻ പറ്റാതെയാണ് ഞാൻ രാത്രി കരയുന്നത്. അതുകൊണ്ട് ക്ഷമിക്കണം എന്ന് അദ്ദേഹം വളരെ സ്നേഹത്തോടെ, അദ്ദേഹത്തിന്റെ പേര് സുലൈമാൻ എന്ന് പറഞ്ഞ ഒരു മുസ്ലിമാണ്, അദ്ദേഹം പറയാൻ തക്കോളായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സഹോദര, നിങ്ങൾ വിഷമിക്കാതിരിക്കുക, നിങ്ങൾക്ക് വേദന എത്രമാത്രം ഉണ്ട്, നിങ്ങളുടെ കരച്ചിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ വേദന ഒക്കെയും അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്കറിയാം, ഞങ്ങളുടെ ഖുർആനിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചും മറിയത്തെ കുറിച്ചൊക്കെയും വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എനിക്കറിയാമെന്ന് അത് പറഞ്ഞു. മാത്രമല്ല ഇതുപോലെ പാസ്റ്റർമാര് ഇങ്ങനെ സുവിശേഷം അറിയിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ അവരുടെ ചർച്ചകളൊക്കെ ഞങ്ങൾ കേൾക്കുവാൻ എഴുതാം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തിരുന്നു കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവകൃപയാൽ അന്ന് രാത്രി അദ്ദേഹം
യാതൊരു പ്രയാസമില്ലാതെ വേദനയില്ലാതെ അദ്ദേഹം സുഖമായി ഉറങ്ങുവാൻ തക്കമിടയായി തീർന്നു. പിറ്റേ ദിവസം രാവിലെ എല്ലാവരും എഴുന്നേറ്റതിന് ശേഷം സുലൈമാനെ അടുത്ത് നിന്ന് കടന്നു. ഇന്നലെ രാത്രി നിങ്ങൾ കരഞ്ഞില്ലല്ലോ, എന്തുകൊണ്ടാണ് അത് നിങ്ങൾക്കറിയാം? അപ്പൊ അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, പാതിരിസാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഇന്നലെ രാത്രി എനിക്ക് ഒട്ടും വേദനയില്ലാതെ ഉറങ്ങുവാൻ തക്കമിടയായിരുന്നു. ആ കാര്യം ഉടനെ തന്നെ ജയിലിനകത്ത് അത് എല്ലാവരും അറിയുവാനും സ്റ്റാഫ് എല്ലാവരും അറിയുവാൻ തക്കമിടയായി തീർന്നു. സൂപ്രണ്ടും ഈ വിവരം അറിയുവാൻ തക്കമിടയായി തീർന്നു. പിറ്റേ ദിവസം രണ്ടാമത്തെ ദിവസം ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പോയി പ്രാർത്ഥിക്കുവാൻ തക്കമിടയായി തീർന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് പോയിരുന്നു പ്രാർത്ഥിക്കും. അദ്ദേഹത്തിന് സുഖമായി. അതിനുശേഷം അദ്ദേഹത്തിന് വേദനയൊന്നും ആയത് അത്ഭുതകരമായ അദ്ദേഹത്തിന്റെ ആ വേദന അദ്ദേഹം മാറി ആ ജയിലിൽ എനിക്കൊരു സാക്ഷിയായി തക്കണം ഇടയായിരുന്നു. ഉടനെ സൂപ്രണ്ടിനെ വിളിച്ചതിന് ശേഷം പറഞ്ഞു, ആന്റണി ഈ ജയിലിനകത്ത് ഫുൾ ഫ്രീഡം തരികയാണ്. എല്ലാ സെല്ലുകളിലും പോകാനുള്ളതായ ഓർഡർ ഞാൻ ഇട്ടിരിക്കുകയാണ്. അവിടെ ടെൻഷനിൽ ഡിപ്രഷനിൽ കഴിയുന്ന ആളുകൾക്ക് വേണ്ടി നിങ്ങളൊരു പതിസാവാകുന്നല്ലോ, പാസ്റ്റർ ആയതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് എല്ലാ സെല്ലിൽ കടന്നു പോകാനായിട്ടുള്ള അവസരം ഞാൻ ഒരുക്കി തരികയാണ്. നിങ്ങൾക്ക് കടന്നു പോകാം. എന്നാൽ മറ്റുള്ള കാര്യങ്ങളിലൊന്നും ഈ ജാസൂസ് ഒരാളുടെ കാര്യങ്ങൾ എന്തെങ്കിലും കേട്ട് മറ്റു സെല്ലിൽ ചെന്ന് അവരോട് എന്തെങ്കിലും പറയുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. മറ്റു മോശമായ കാര്യങ്ങളൊന്നും, മോശമായ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് പറയുന്ന സ്വഭാവങ്ങളൊന്നും ഉണ്ടാകാതെ നിങ്ങൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോട് സമാധാനത്തിനുള്ള കാര്യങ്ങളൊക്കെയും പറഞ്ഞ് അവർക്ക് വേണ്ടി സ്നേഹത്തോട് അവരോട് പെരുമാറണമെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഫുൾ ഫ്രീഡം ജയിലിനകത്ത് എനിക്ക് തരുവാൻ തക്കണം. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ വലിയൊരു പ്ലാനായിരുന്നു. ഞാൻ അവിടെ ആയിരുന്നപ്പോൾ ഏകദേശം 150 കൂടുതൽ മനുഷ്യര്, തീവ്രവാദികളായ ആളുകൾ, ജീവനോട് പിടിച്ചതായ ആളുകൾ ആ ജയിലിനകത്ത്. ഒരിക്കലും ഞാൻ പറഞ്ഞു, കർത്താവേ, ഈ തീവ്രവാദികളോട് സുവിശേഷം പറയാനായിട്ടുള്ള ഒരു അവസരം എനിക്ക് ഒരുക്കി തരണമേ. എന്നാൽ ദൈവം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അതെ, അവരോട് കൂടെ ഇരുന്നു കൊണ്ട്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, മണിക്കൂറുകളോളം ഹല്ലേലൂയ സുവിശേഷം അറിയിക്കുവാൻ, കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ച് അതെ അവരോട് പറയുവാനുള്ള അവസരം കർത്താവ് എനിക്ക് ഒരുക്കി തരുവാനും അനേകമായ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതെ അത്ഭുത പ്രവൃത്തികൾ ജയിലിനകത്ത് തന്നെ എനിക്ക് കാണുവാൻ തക്കണം ദൈവം എനിക്ക് അവസരം ഒരുക്കി തന്നു. അത് അനേകരെ ഹല്ലേലൂയ സുവിശേഷം അറിയിക്കുവാനും ഹല്ലേലൂയ അനേകരെ കർത്താവിലേക്ക് നയിക്കുവാൻ, ഈവൻ ജയിലിനകത്തുള്ള സ്റ്റാഫ് പോലും പലപ്പോഴും എൻ്റെ അടുത്ത് കടന്നു വന്നിട്ട് പറയും, ആന്റണി, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ മകന് ഇതുപോലെ തന്നെ പരീക്ഷയാണ്, അല്ലെങ്കിൽ ഭവനത്തിൽ അത് വൈഫിന് സുഖമില്ല, അത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്റ്റാഫ് പോലും എൻ്റെ അടുത്ത് കടന്നു വന്ന് എന്നോട് പറയുവാൻ തക്കനോടെയായി തീർന്നു. ഞാൻ ജയിലിൽ താമസിച്ചുകൊണ്ട് ജയിലിന് അതിനകത്താണ് ഞാൻ താമസിക്കുന്നതെങ്കിലും എന്നെ ഫുൾ ഫ്രീഡം ആയിട്ട് എനിക്ക് ജയിലിനടുത്ത് എല്ലായിടത്തും കടന്നു പോകാൻ, എല്ലാ സെല്ലുകളിലും കടന്നു പോകാൻ തക്കമുള്ളതായ വലിയ അവസരം കർത്താവ് എനിക്ക് അവിടെ ഒരുക്കി തരും. ഏകദേശം ഹല്ലേലൂയ ഈ സമയത്ത് എൻ്റെ പുറത്തെൻ്റെ കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ ആ സമയത്ത് പെട്ടെന്ന് ലോക്ക്ഡൗൺ ആയി, കൊറോണ ആയിട്ടുള്ള പ്രയാസങ്ങൾ അവിടെ വന്നു. അതെ, ഞങ്ങൾ ജയിലിനകത്തും പലർക്കും കൊറോണ വന്നു. ഞാൻ താമസിക്കുന്ന എന്നെ ഇട്ടിരിക്കുന്ന സെല്ലിനകത്തും പലർക്കും കൊറോണ വന്നു. എന്നാൽ ദൈവകൃപയാൽ യാതൊരു അസുഖമില്ലാതെ എനിക്ക് ആ കൊറോണയിൽ ആയിരിക്കുന്ന മനുഷ്യർക്ക് അവർക്ക് ഫുഡ് വാങ്ങി അവരുടെ അടുത്ത് കൊണ്ടു കൊടുത്ത് അവർക്ക് കൊടുക്കുവാനും അവരുടെ പാത്രങ്ങൾ എടുത്തുകൊണ്ട് കഴുകി അത് അവർക്ക് കൊടുക്കുവാനും, അങ്ങനെ ജയിലിനകത്തുള്ളതായ കുറ്റവാളികളുടെ നടുവിൽ ഹല്ലേലൂയ അവരുടെ എല്ലാവർക്കും ഹല്ലേലൂയ ഒരു ദിവസം എന്നെ കണ്ടില്ലെങ്കിലും ഹല്ലേലൂയ, പതിസാകുന്ന ഞങ്ങളുടെ സെല്ലിൽ വന്നില്ലല്ലോ, എന്താ വരാതെ, ഹല്ലേലൂയ അത് ഒന്ന് വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ എപ്പോഴും ക്ഷണിക്കുവാൻ തക്കനോടെയായി തീർന്നു. ഒരു ദിവസം ഇതുപോലെ ഉള്ളതായ അവസരം എനിക്ക് എൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ തക്കണം. അങ്ങനെ കർത്താവിന്റെ സാക്ഷിയായി ജയിലിനകത്ത് ഹല്ലേലൂയ, പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ അനേകരോട് ഹല്ലേലൂയ, പലപ്പോഴും ചില ആളുകളൊക്കെയും രോഗത്താൽ പ്രയാസപ്പെട്ടുകൊണ്ടും അല്ലെങ്കിൽ ചില ആളുകൾക്ക് അവരുടെ അത് കുറ്റം ചെയ്തുകൊണ്ട് അത് കുറ്റമില്ലാതെയും ജയിലിൽ കടന്നു വന്ന ആളുകൾ അവരുടെ ഭവനത്തിലുള്ളതായ പ്രിയപ്പെട്ടവരെ ഓർത്ത്, ഭവനത്തിലുള്ളതായ അതേ പ്രിയപ്പെട്ടവർ എങ്ങനെ ജീവിക്കുന്നുള്ളതായ ടെൻഷനിൽ കഴിയുന്ന മനുഷ്യരെ, ഡിപ്രഷനിൽ കഴിയുന്ന മാനസികമായ പ്രയാസത്തിൽ കഴിയുന്നവരുടെ അടുത്ത് ഇരുന്ന് അവരോട് വ്യക്തിപരമായി മണിക്കൂറുകളോളം അവരോട് കൂടെ ഇരുന്നുകൊണ്ട് അവരോട് സുവിശേഷം പറയുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ അവസരം പ്രിയ ദൈവമക്കളെ കർത്താവ് എനിക്ക് ഒരുക്കി തരികയായിരുന്നു. ഹല്ലേലൂയ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഞാൻ ഹല്ലേലൂയ എപ്രകാരം ഹല്ലേലൂയ ഇവിടെ ആയിരുന്നപ്പോൾ ഹല്ലേലൂയ അതേ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അതിനേക്കാൾ അധികമായി ഓരോ വ്യക്തികളുടെ അടുത്തിരുന്നുകൊണ്ട് വ്യക്തിപരമായി സംസാരിക്കാൻ, വ്യക്തിപരമായി സുവിശേഷം അറിയിക്കുവാൻ, വ്യക്തിപരമായി ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ളതായ ഒരു അവസരം ജയിലിനകത്ത് കർത്താവ് എനിക്ക് ഒരുക്കിയായിരുന്നു. ഹല്ലേലൂയ,
പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായി. ഏകദേശം അപ്രകാരം 3 വർഷം 7ാമത്തെ മാസമായപ്പോൾ എനിക്ക് ജയിലിൽ നിന്ന് ജാമ്യം ലഭിക്കുവാനിടയായി തീർന്നു. ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷം പ്രൈസ് ദി ലോർഡ് അത് ജയിലിലെ ഹൗൾദാർ തന്റെ വൈഫുമായി എന്റെ ഭവനത്തിൽ, വൈഫിനെയും കൂട്ടി എന്റെ ഭവനത്തിൽ കടന്നു വന്ന് അതെ പ്രാർത്ഥിക്കുവാനും അതെ ഭക്ഷണം കഴിച്ചു പോകാനൊക്കെ ഉള്ള അവസരം. ഞാൻ പറഞ്ഞതിന്റെ കാര്യം അത്രമാത്രം ജയിലുകളായ അധികാര സ്റ്റാഫുമായിട്ടും വളരെ അടുത്ത് ലിങ്ക് ചെയ്ത് വളരെ അടുത്ത് ഹല്ലേലൂയ അത് സ്നേഹത്തോട് മുമ്പോട്ട് പോകാനും കർത്താവിനെ കുറിച്ച് സാക്ഷിക്കുവാനൊക്കെയും അതിന്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം ആ ജയിലിലെ അതെ ഹൗൾദാർ ഹല്ലേലൂയ ഇവിടെ ഭവനത്തിൽ തന്റെ കുടുംബമായി അതിന്റെ വൈഫുമായി കടന്നു വന്ന് പ്രാർത്ഥിച്ച് കടന്നു പോകാൻ തക്കനോടെയായി തീർന്നു. പ്രിയ ദൈവമക്കളെ ഹല്ലേലൂയ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്പോഴും എന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. കേസ് ഇതുവരെയും തീർന്നിട്ടില്ല. കാര്യം ഹല്ലേലൂയ അത് ഓരോ മാസവും എനിക്ക് കോർട്ടിൽ ഹാജരാകണം. അതെ കേസ് ഹല്ലേലൂയ അവര് ചാർജ് ചെയ്ത് അതിൽ നിന്നുള്ള പൂർണ്ണമായ ഒരു വിടുതൽ എനിക്ക് ലഭിച്ചിട്ടില്ല. കാരണം അതുമൂലം എന്റെ ചർച്ച് അത് അടച്ചിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ അത് അവിടെ ആരാധന നടത്തുവാനോ മറ്റൊന്നും പറ്റില്ല. എന്റെ സഭയിലുണ്ടായിരുന്ന ഏകദേശം 150ലധികം നോൺ ക്രിസ്ത്യൻ ആയിട്ടുള്ള ആളുകൾ, അത് കർത്താവിലേക്ക് കടന്നു വന്ന ആളുകൾ ഒക്കെയും ഉണ്ടായിരുന്നു. അവരൊക്കെയും ഇവിടെ പല സഭകളിലൊക്കെയും അവർ കടന്നു പോകുന്നു. ഞാൻ 1983 നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു. 1991 ജമ്മു കാശ്മീരിലേക്ക് കടന്നു വന്നു. ഞാൻ ഇവിടെ കടന്നു വന്നു. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഏകദേശം 2 സഭകളാണ് ഒന്ന് ബീച്ച് വറീസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ സഭയിലേക്ക് ഞാൻ കടന്നു വന്ന് അദ്ദേഹം നടത്തുന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ കടന്നു വന്നത്. മറ്റൊരു റോമൻ കാത്തലിക് ചർച്ച്. ഈ 2 ചർച്ചുകളിലെ മറ്റൊരു ചർച്ചുകൾ ഈ പ്രദേശത്ത് ഈ പട്ടണത്തിലോ അല്ലെങ്കിൽ ഈ ഡിസ്ട്രിക്റ്റിലോ, ജമ്മു കാശ്മീർ ഞാനായിരിക്കുന്ന ഈ ഡിസ്ട്രിക്റ്റിലോ ഉണ്ടായിരുന്നില്ല. എന്നാൽ പ്രിയ ദൈവമക്കളെ, ഇന്ന് ഞാൻ പുറകോട്ട് നോക്കുമ്പോൾ ഹല്ലേലൂയ ഏകദേശം 45ലധികം ദൈവദാസ സഭകൾ ഈ ഡിസ്ട്രിക്റ്റിനകത്ത് ഇന്ന് എനിക്ക് കാണുവാനും അവരിൽ അനേക സഭകളിൽ അത് വളരെയധികം ആളുകൾ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുന്നതൊക്കെയും കാണുവാൻ, അതിൽ പല സഹോദരന്മാര് അവരെ പ്രൈസ് ദി ലോർഡ് വ്യക്തിപരമായിട്ട് എനിക്ക് അവരുമായിട്ട് വളരെ അടുത്ത കണക്ഷൻ ആയിക്കോളൂ. കാരണം അവര് കർത്താവിനെ അറിഞ്ഞതിന് ശേഷം അവരെ പല ബൈബിൾ സ്കൂളിലേക്ക് അയച്ചു അവർ പഠിച്ച് മടങ്ങി വന്ന് കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ദൈവ സഹോദരന്മാർ ഇന്ന് എനിക്ക് കണ്ട് അവരുമായി വളരെ അടുത്ത് പരിചയപ്പെട്ടു, വളരെ അടുത്ത് അതേ ദൈവത്തെ സ്തുതിക്കാനുള്ള അവസരമൊക്കെയും കർത്താവ് എനിക്ക് തന്നു. അനേക സഹോദരന്മാർ ഇന്ന് കർത്താവിന്റെ വേലയിലായിരിക്കുന്ന കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കണയായിട്ടും പ്രൈസ് ദി ലോർഡ്. അതുപോലെ അനേക പ്രൈസ് ദി ലോർഡ് ആളുകൾ ഇന്ന് ഈ ജമ്മു കാശ്മീരിലെ ഹല്ലേലൂയ അതെ കർത്താവിനെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിട്ടൊക്കെ എനിക്ക് കാണുവാൻ തക്കണയായി തീർന്നു. അതുപോലെ തന്നെ എന്റെ സുവിശേഷ പ്രവർത്തന വേളയിൽ ഈ ട്രാക്ട് ഡിസ്ട്രിബ്യൂഷനും ഗോസ്പൽ പാക്കറ്റ്സ് വീടുകളിലെ ഭവനം തോറും ഭവനമായി കടന്നുപോയി കൊടുക്കുന്നത് മാത്രമല്ലായിരുന്നു. ഞാൻ ഇപ്രകാരം കടന്നു പോകുന്ന സമയത്ത് ഹല്ലേലൂയ പല വ്യക്തികൾ പല ഭവനങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ രോഗികളായ ആരെങ്കിലും കണ്ടു അതെ അങ്ങനെ എന്താ സംഭവിച്ചത്, എന്താണ് അസുഖമില്ലാതിരിക്കുന്നതെന്നൊക്കെ അദ്ദേഹത്തോട് അവരോട് വളരെ അടുത്തിരുന്നുകൊണ്ട് അവരോട് കർത്താവിനെ കുറിച്ച് പറയുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെയും അവസരം എനിക്ക് ഒരുക്കി തന്നുണ്ട്. അപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ അത് പ്രാർത്ഥിച്ച് മടങ്ങി പോകുന്നതിന് ശേഷം ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഹല്ലേലൂയ ഞാൻ ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചു ആ വ്യക്തി എന്നെ അന്വേഷിച്ച് എന്റെ ഭവനത്തിൽ കടന്നു വന്ന് ഹല്ലേലൂയ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് കടന്നു പോയതിനു ശേഷം എന്റെ രോഗത്തിൽ നിന്ന് എനിക്ക് വിടുതൽ ലഭിച്ചു എന്ന് എന്നോട് എന്റെ അടുത്ത് വന്ന് സാക്ഷിക്കുവാനും വീണ്ടും പ്രാർത്ഥിക്കുവാൻ തക്കണം ഇടയായ അവസരങ്ങൾ എന്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കാൻ തക്കണം ഇടയായി തീർന്നിട്ടുണ്ട്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കലേ ഹല്ലേലൂയ അതെ ജമ്മു കാശ്മീരിലെ ഒരു പർവ്വതത്തിലെ സുവിശേഷ പ്രവർത്തനം ഇതുപോലെ ഗോസ്പൽ പാക്കറ്റുമായി കടന്നു പോകുന്ന ഒരു ഗ്രാമത്തിൽ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ബാബുറാം എന്ന് പറഞ്ഞത് ഒരു മനുഷ്യൻ എനിക്ക് കാണുവാൻ തക്കണം ഇടയായി തീർന്നു. അത് വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കാലില് ഇതുപോലെ തുണി ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അയാൾക്ക് നടക്കുവാൻ കട്ടിലിൽ ഇങ്ങനെ കിടക്കുകയാണ്. അവര് ചത്ത ശരീരം പോലെ ഇങ്ങനെ കട്ടിലിൽ കിടക്കുകയാണ്. കാലയിൽ മുഴുവൻ ഈ പിച്ചക്കാര് കാലയിൽ ഈ തുണികൾ ഇങ്ങനെ കെട്ടി ഇങ്ങനെ പൂറ്റുന്നത് വളരെ മോശമായ രീതിയിലുള്ള സ്മെല്ലും അതിൽ നിന്ന് വരുന്നുണ്ട്. ഞാൻ ഇതെന്താണ്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ അദ്ദേഹം പറഞ്ഞു, ഞാൻ കാലിൽ ഒരു മുറിവ് വന്ന് വേണ്ടി ചുറ്റി കെട്ടിയിരിക്കുകയാണെന്ന് പറയാൻ തക്കണം അവിടെ ആയിത്തീർന്നു. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് മടങ്ങി വന്നു. എന്നാൽ ചില ദിവസം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനെ 4 പേര് കൂടി അദ്ദേഹത്തെ പൊക്കിയെടുത്തുകൊണ്ട് അതെ ഞാൻ താമസിക്കുന്ന എന്റെ ഭവനത്തിൽ കൊണ്ടുവരുവാൻ തക്കണം ആയിത്തീർന്നു. അദ്ദേഹത്തെ കൊണ്ടുവന്നതിന് ശേഷം ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തിന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്തിനാണ്? കാരണം അദ്ദേഹത്തെ കണ്ടാൽ തന്നെ ഒരു വല്ലാത്തൊരു പ്രകൃതമാണ്. അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാലില് അത് തുണി കൊണ്ട് ചിറ്റിങ് വെച്ചിരിക്കുന്ന ഒരു മുഷിഞ്ഞ ഡ്രസ്സുമായിട്ടാണ് ഒരവസ്ഥയിലാണ് കൊണ്ടുവന്നത്. എന്നാൽ പ്രിയ ദൈവമക്കളെ,
അദ്ദേഹത്തെ അവിടെ കൊണ്ട് ദൈവസ്നേഹത്തിൽ ഞാൻ ആ മനുഷ്യനെ ഭവനത്തിൽ സ്വീകരിച്ച് അദ്ദേഹത്തിന് വേണ്ടി ശുശ്രൂഷിക്കുവാൻ തക്കണം. ഉടനെ ഞാൻ മെഡിക്കൽ ഷോപ്പിൽ കടന്നുപോയി ഡെറ്റോളും ഹൈഡ്രജൻ ലിക്വിഡ് എന്ന് പറഞ്ഞായ ചില ലിക്വിഡൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്ന് ഞാൻ ഈ അദ്ദേഹത്തിന്റെ ഈ കാലിൽ ഒഴിച്ചുകൊണ്ട് ആ തുണി ഞാൻ മാറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ കാലിൽ വിരലൊന്നുമില്ല, അതെല്ലാം ഈ പുഴു തിന്നേനെ, പുഴു അതിൽ കിടന്ന എന്തിയെ പഴുത്ത് മഞ്ഞ കളറായി, ഒരു വല്ലാത്ത ചലോ എല്ലാം കൂടി അല്ലാത്ത ഒരു അവസ്ഥയിൽ കണ്ട് എനിക്കെന്നെ വല്ലാത്തൊരു വിഷമം എനിക്ക് തോന്നുവാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഇതുപോലെ ഒരു അവസ്ഥ ഉണ്ടാവും എന്നുള്ളൊരു അവസ്ഥ എനിക്ക് ഞാൻ മനസ്സിൽ ചിന്തിക്കുക. അദ്ദേഹത്തോട് സംസാരിക്കുവാൻ ചോദിക്കുക, നിങ്ങൾ എന്തുകൊണ്ട് ആശുപത്രിയിൽ കടന്നു പോകാൻ പോയില്ല? അദ്ദേഹം പറഞ്ഞു, ഞാൻ ആശുപത്രിയിൽ പോയതാണ്. അദ്ദേഹത്തെ ആശുപത്രിയിൽ നിന്നപ്പോൾ എന്റെ കാല് മുറിച്ച് കളയണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കി. അവിടെ നിന്ന് ഞാൻ ഡിസ്ചാർജ് ചെയ്ത് ഞാൻ ഭവനത്തിലേക്ക് പോരും. എന്റെ കാല് മുറിച്ച് കളയാൻ എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് മടങ്ങിപ്പോകുന്നതാണ്, എന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്നതാണ്. എന്നാൽ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടായതുകൊണ്ടാണ് എന്നെ ഇവിടെ നിങ്ങളുടെ ഭവനത്തിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞതുമൂലം എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അത് എന്നെ കൈവിടരുതെന്ന് അദ്ദേഹം എന്റെ കൈ കൂപ്പി, ആ മനുഷ്യൻ, ആ ബാബുറ എന്ന് പറഞ്ഞ മനുഷ്യന്റെ മുമ്പിൽ ഇങ്ങനെ കൈകൂപ്പി പറയുവാൻ തക്കനോടെയായിത്തീരും. ഇതെല്ലാം നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വേണ്ടതായ രീതിയിൽ അത് മരുന്നുകളൊക്കെ വെച്ചുകിട്ട് നമുക്ക് സുഖപ്പെടുത്താവുന്ന രീതിയിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാലുകളൊക്കെയും കഴിയും. അദ്ദേഹത്തിന്റെ തള്ളവിരൽ മാത്രമേ ഉള്ളൂ, മറ്റുള്ള 4 വിരലും അദ്ദേഹത്തിന്റെ കാലിൽ നിന്ന് അത് ഓൾറെഡി അത് ഈ അറ്റുപോയിരിക്കുക ഇരുന്നു. കാലെല്ലാം പഴുത്ത് അതെങ്ങനെ വല്ലാത്തൊരു അവസ്ഥയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. എന്നാൽ ഞാനത് ഈ ഡെറ്റോളൊക്കെ ഇട്ട് അത് കഴുകി തുടച്ച് അത് പഞ്ചി കൊണ്ട് എല്ലാം തുടച്ച് മാറ്റിയതിന് ശേഷം അദ്ദേഹത്തെ പ്രൈസറോ അത് മരുന്ന് വെച്ച് കിട്ടുവാനും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഇടയായിത്തീർന്നു. അന്ന് രാത്രി, അന്ന് വൈകുന്നേരം അദ്ദേഹത്തിന് ഞാൻ കൊടുത്തായ ഭക്ഷണം വളരെ ആർത്തിയോട് കഴിക്കുവാൻ തക്കണം ഇടയായിത്തീർന്നു. കഴിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞ്, ഞാൻ ഇവിടെ പുറത്ത് ഞാൻ കിടന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പുറത്ത് കിടക്കണം, നിങ്ങൾ എന്റെ ഭവനത്തിൽ വന്ന് നിങ്ങൾക്ക് അകത്ത് കയറി കിടക്കാം. അദ്ദേഹത്തിന് ഒരു കട്ടിൽ ഒരുക്കി കൊടുത്ത് അദ്ദേഹം ആ കട്ടിൽ കിടന്നു. അന്ന് രാത്രി അദ്ദേഹം സുഖമായി ഉറങ്ങുവാൻ തക്കണം ഇടയായിത്തീർന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേപ്പോൾ, പാസ്റ്റേ ഞാൻ എത്രയോ മാസങ്ങളായി ഞാനൊന്ന് ഉറങ്ങിയിട്ട് ഇന്നലെ രാത്രികാലം ഞാൻ സുഖമായിട്ട് ഒന്നും അറിയാതെ ഞാൻ സുഖമായ ഉറക്കം എനിക്ക് ലഭിക്കുവാൻ തക്കണം ഇടയായിരുന്നു അദ്ദേഹം എന്നോട് പറയാൻ തക്കണം ഇടയായി. പ്രിയ ദൈവമക്കൾ, അതിനുശേഷമായി ഹാലേലുയ ആ മനുഷ്യൻ അവിടെ ഹാലേലുയ ചില ദിവസങ്ങൾ അവിടെ താമസിച്ചതിന് ശേഷം അതിന്റെ കാലിന് ഹാലേലുയ ചില വ്യത്യാസങ്ങൾ കാണുവാൻ തക്കനോടെയായി തീർന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ കാല് മുറിച്ച് കളയേണ്ടി വരത്തില്ല. പ്രൈസലോ, നിങ്ങളുടെ വിരലെല്ലാം നഷ്ടപ്പെട്ടു, കാലിലുള്ള വിരൽ നഷ്ടപ്പെട്ടു പോയെങ്കിൽ നിങ്ങൾക്ക് ഉപ്പൂറ്റി നടക്കാം. അതെ, തുടർന്ന് നിങ്ങൾക്ക് ദൈവം തീർച്ചയായും നിങ്ങൾക്ക് സൗഖ്യം തരും. പ്രിയതമക്കളെ, ഇന്നും ആ ബാബുറ എന്ന് പറഞ്ഞ മനുഷ്യൻ ഹാലേലുയ താൻ ഒരു കയ്യിൽ ഒരു വടി പിടിച്ചുകൊണ്ട് ഉപ്പുറ്റി മാത്രമേ തന്റെ കാലിലുള്ളൂ. ഹാലേലുയ കാലിൽ ഇങ്ങനെ വടി കുത്തി കുപ്പിച്ച് താൻ ഇന്ന് നടക്കുക. തന്റെ ഭവനത്തില് തന്റെ മക്കള് ആ കുടുംബത്തിൽ എല്ലാവരും തന്നെ വിശ്വാസത്തിൽ വരികയും അതുമൂലം ആ പർവ്വതത്തിലുള്ളതായ ഗ്രാമത്തിലുള്ളതായ ഹാലേലുയ അനേക ഭവനങ്ങൾ അതുമൂലം അവിടെ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ കൂടി വരുവാനും ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ അതേ ആ പർവ്വതത്തിൽ കടന്നുപോയി ആ ഗ്രാമത്തിൽ ഹാലേലുയ മീറ്റിംഗ് ആരംഭിക്കുവാനും ഏകദേശം ഒരു വർഷം കൊണ്ട് ഏകദേശം 40-ലധികം കുടുംബങ്ങൾ അവിടെ കർത്താവിലേക്ക് കടന്നുപോയി കർത്താവിനെ ആരാധിക്കുവാൻ തക്കണം ദൈവം അവിടെ വഴിയൊരുക്കുവാൻ തക്കണം ഇവിടെ ആയിരുന്നു. ദൈവമക്കളെ, എന്റേതായ കഴിവോ പ്രാപ്തിയോ ഒന്നുമല്ല, ഒരേ ഒരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. കർത്താവ് എന്നെ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ ഞാൻ വലിയൊരു പ്രാസംഗികനല്ല, എന്നാൽ ഈ ട്രാക്റ്റുകൾ, ഗോസ്പൽ ട്രാക്റ്റുകളുമായി ഭവനങ്ങൾ തോറി കയറിറങ്ങി കൊടുക്കുവാനുള്ളതായ ആ ഒരു കാഴ്ചപ്പാട്, ആ ഒരു ദർശനം ഇപ്രകാരം ആ സൗരൻ, ആ ബാബുറ എന്ന് പറഞ്ഞ മനുഷ്യൻ ഇന്നും അദ്ദേഹം വടികുത്തിക്കൊണ്ടാണ് വടികുത്തി കടന്നോളങ്ങളും കടന്നു പോകുന്നിടത്തെല്ലാം കട്ടൂരൊരു പാതിരിസാവുണ്ട്. ഹാലലുയ, അതെ യേശു ദൈവം ഹാലലുയ അതിന്റെ ദൈവത്തെ കുറിച്ച് പ്രസംഗിക്കുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞ് എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് താന് പ്രസംഗം പറയുന്നതായിട്ട് കാണുവാൻ തക്കണം. തന്റെ ഭവനത്തിൽ നിന്ന് തന്റെ മൂത്ത മകൻ എന്ന് രാജു എന്ന് പറഞ്ഞതായ സഹോദരൻ ഹാലലുയ ഇന്ന് ഒരു അദ്ദേഹത്തിന്റെ ഭവനത്തിൽ നടക്കുന്ന ആരാധന ഇന്ന് സ്വന്തമായി അദ്ദേഹം ലീഡ് ചെയ്യുന്നതായ ഒരു വ്യക്തിയായി ഇന്ന് ആ ഭവനത്തിൽ സ്വന്തമായി ഇന്ന് ആരാധന നടന്നുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന്റെ മകൻ തന്നെയാണ് ആ പർവ്വതത്തില് ആ ഗ്രാമത്തിലുള്ള പർവ്വതത്തിൽ നടക്കുന്ന ആരാധന ലീഡ് ചെയ്യുന്നു. അതുപോലെ മറ്റനേക അനുഭവങ്ങൾ ജീവിതത്തിൽ എനിക്ക് കാണുവാൻ തക്കണം. ഞാൻ സമയം തീർക്കുന്നതോടെ ഞാൻ പ്രൈസ് നിർത്തുവാൻ തക്കണം ആഗ്രഹിക്കും. എന്നാലും മറ്റൊരു കാര്യം കൂടി ഞാൻ പറയുവാൻ തക്കണം ആഗ്രഹിക്കുക. ഒരിക്കലും ഞാൻ ട്രാക്റ്റുമായി ഒരു സ്ഥലത്ത് ഇങ്ങനെ കടന്നു പോയപ്പോൾ ഒരു മനുഷ്യൻ ശരീരത്തിൽ യാതൊരു വസ്ത്രവും ഇല്ലാത്ത ഒരു അവസ്ഥയില്
അത്ര ഒരു പ്രാന്തനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഒരു പാകലായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഈ കയ്യിലൊരു കല്ല് കയ്യിലുണ്ട്. ആ കല്ല് എടുത്തും കൊണ്ട് വഴിയെ പോകുന്ന ആൾക്കാരെല്ലാം ഇങ്ങനെ എറിയാനായിട്ട് ഇങ്ങനെ പേടിപ്പിക്കുന്ന, ആരും മേത്തോട്ട് എറിയുന്നില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥ ഞാൻ കാണും. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ യാതൊരു വസ്ത്രമേ ഇല്ല, നഗ്നനായി റോഡിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് തലയ്ക്ക് യാതൊരു സുഖമില്ല. ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്നതായിട്ട് എനിക്ക് കാണുവാൻ തക്കനോടിയായിത്തീർന്നു. ദൈവമക്കളെ, ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ കർത്താവേ, അദ്ദേഹം ഒരു മനുഷ്യനാണല്ലോ. ഒരുപക്ഷെ അദ്ദേഹം ഒരു പ്രാന്തനായിരിക്കും, തലക്ക് ശരിയില്ലാത്ത മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിലും ഒരു ആത്മാവുണ്ട്. കർത്താവ് അവിടുന്ന് കൊടുത്ത അവിടുത്തെ ആത്മാവ് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടല്ലോ. കർത്താവ് അദ്ദേഹത്തോട് അദ്ദേഹത്തിന് അടുത്ത് കടന്നു അദ്ദേഹത്തെ ഒന്ന് എന്തെങ്കിലും ഒന്ന് കർത്താവിനെ കുറിച്ച് പറയുവാൻ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാകുമോ എന്നുള്ള ചിന്തയിൽ ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ഇങ്ങനെ കുറച്ച് ദൂരെ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുവാൻ തക്കനോടിയായിത്തീർന്നു. അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ഇറങ്ങിയപ്പോൾ ആദ്യം അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന കല്ല് എന്റെ നേരെ ഇങ്ങനെ എറിയുവാനായിട്ട് ഓങ്ങിയെങ്കിലും കല്ലെറിയാതെ ആ മനുഷ്യൻ പെട്ടെന്ന്, ആ നഗ്നായ മനുഷ്യൻ എന്റെ അടുത്തേക്ക് കടന്നു, ഒരു കല്ലുവായിട്ട് എന്റെ അടുത്തേക്ക് കടന്നു. ഞാൻ അല്പം ഭയത്തോടുകൂടി ഞാൻ അവിടെ നിൽക്കുവാൻ തന്നെ അവിടെയായിത്തീർന്നു. അത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്, എന്തു പറ്റി നിങ്ങൾക്കെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം വളരെ അട്ടഹസിച്ച് ചിരിക്കുവാൻ തന്നെ അവിടെയായിത്തീർന്നു. അല്പസമയം ആ മനുഷ്യന്റെ അടുത്ത്, ആ ഭ്രാന്തനായ മനുഷ്യൻ എന്റെ അടുത്ത് ഒന്ന് സംസാരിക്കുന്ന കണ്ടുകൊണ്ട് ചില വ്യക്തികൾ എന്റെ അടുത്തേക്ക് കടന്നു വരുവാൻ തക്കനോടെയായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു, ഈ മനുഷ്യൻ ആരാണ്, ഈ മനുഷ്യന്റെ വീട് എവിടെയാണ് എന്ന് പറഞ്ഞു. ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു മനുഷ്യനാണ്. ഇദ്ദേഹം തലക്ക് ശരിയില്ലാത്തത് കൊണ്ട്, തലക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഈ രീതിയിൽ അദ്ദേഹം തുണി കൊടുത്തു കഴിഞ്ഞാലും തുണിയെല്ലാം വലിച്ചു കീറി കളയും, ശരീരത്തുള്ള ഉടുപ്പെല്ലാം വലിച്ചു കീറി നഗ്നന. അതുകൊണ്ട് ഞങ്ങൾ ആരും കെയർ ചെയ്യാറില്ല, ആരെയും ഉപദ്രവിക്കില്ല. തന്റെ കയ്യിൽ ഒരു കല്ലുണ്ടെങ്കിൽ കല്ലെടുത്ത് ആരെയും ഉപദ്രവിക്കത്തില്ല, എറിയത്തില്ല. പക്ഷെ ആ കല്ല് എന്തിനാണ് താൻ കൈ പിടിച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല. ആളുകൾ വിചാരിക്കും മനുഷ്യനെ കല്ല് കൊണ്ട് എറിയാണ്, പക്ഷെ കല്ല് ആര് ഉപദ്രവിക്കത്തില്ല. പക്ഷെ ഇത്രയേ ഉള്ളൂ, അദ്ദേഹം ശരീരത്തിൽ യാതൊരു വസ്ത്രവും എടുത്തില്ല. ഒരു പൈശാചികമായ രീതിയിൽ തലയിലെല്ലാം മുടികളെല്ലാം ഇങ്ങനെ വളരെ മോശമായ രീതിയിൽ ഇങ്ങനെ മാറി പറന്ന് കിടക്കുന്ന ആ അവസ്ഥയിൽ ഒരു ഭ്രാന്തന്റെ അവസ്ഥ നമുക്ക് വിവരിക്കാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏതായാലും ഞാൻ അദ്ദേഹത്തിന്റെ ഭവനം അടുത്താണെന്ന് പറഞ്ഞ് ഞാൻ അന്വേഷിച്ച്, അദ്ദേഹം റോഡിൽ തന്നെ നിൽക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് കടന്നെല്ലുവാൻ അവിടെ ഭവനത്തിൽ കടന്നു നിന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ കുറിച്ച്, നിങ്ങളുടെ ആ മനുഷ്യനെ അവസ്ഥയെക്കുറിച്ച് ആ ഭവനത്തിലുള്ള ആളുകളോട് ചോദിക്കുവാൻ നിൽക്കണമെങ്കിൽ, മനുഷ്യനെ കുറിച്ചുള്ള, അദ്ദേഹം ഒരു ഭ്രാന്തനാണ്, അദ്ദേഹത്തിന് ഇങ്ങനെ തലക്ക് സ്ഥിരമില്ലാതെ ആയതാണ്. അങ്ങനെ വിവരങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കാതിരിക്കും, ഞാൻ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാം, അദ്ദേഹത്തിന് കർത്താവ് സൗഖ്യം കൊടുക്കും എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയാം. അവര് ഹിന്ദുക്കളായ മനുഷ്യരാണ്. ഞാൻ ആ ഭവനത്തിൽ നിന്ന് പ്രാർത്ഥിക്കാനിടയിൽ ഞാൻ പ്രാർത്ഥിച്ച് ഇരുന്നപ്പോൾ അവരെനിക്ക് ഭക്ഷണം തന്നു. ഞാൻ അവർ തന്നായ പ്രൈസലോട് ജമ്മു കാശ്മീരിലായ അവരുണ്ടാക്കുന്ന ആ ഭക്ഷണം ഞാൻ അത് കഴിച്ച് ഞാൻ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ മനുഷ്യൻ ആ ഭവനത്തിലേക്ക് കടന്നു വരുവാനിടയായിത്തീർന്നു. ആ ഭ്രാന്തനായ മനുഷ്യൻ ആ ഭവനത്തിലേക്ക്, ആ നഗ്നായ അവസ്ഥയിൽ താൻ ആ ഭവനത്തിലേക്ക് കടന്നു വന്നു. എന്നെ ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ അല്പം ഭയത്തോടാണെങ്കിലും, അദ്ദേഹം എന്നെ ഉപദ്രവിക്കുന്നുള്ള പേടി എനിക്കുണ്ടെങ്കിൽ തന്നെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇവിടെ വന്ന് ഇരുന്നാട്ടെ എന്ന് പറഞ്ഞപ്പോൾ വളരെ സൗമ്യനായി ആ ഭ്രാന്തായ മനുഷ്യൻ എന്റെ അടുത്ത് വന്ന് ഇരിക്കുവാൻ തക്കനോടെയായിത്തീർന്നു. ഞാൻ അധികമായി ആ ഭവനത്തിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ തക്കനോടെയായിത്തീർന്നു. ആ ഭവനത്തിൽ നിന്ന് വളരെ ആത്മാർത്ഥതയോടെ, കർത്താവെ, ആ ഭ്രാന്തനായ തലക്ക് ശരിയില്ലാത്ത ആ മനുഷ്യനെ കർത്താവെ അവിടെ സന്ദർശിക്കണമേ, കർത്താവ് അദ്ദേഹത്തെ തൊടണമേ, കർത്താവെ അവിടത്തേക്ക് അസാധ്യമായ ഒന്നുമില്ലല്ലോ കർത്താവെ. ആ മനുഷ്യനെ ജീവിതത്തിൽ വിടുതൽ കൊടുക്കുവാൻ അവിടുന്ന് മതിയായ ദൈവം എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാന്ന്. ആ മനുഷ്യന് ഹാലലിയ ഞാൻ ഇറങ്ങുന്നേക്കുമ്പോ ആ മനുഷ്യൻ തന്നെ അവിടെ കടന്നു വളരെ സൗമ്യനായി എന്റെ അടുത്ത് വന്നിരിക്കുവാൻ തക്കനോടിയായി തീർന്നു. നഗ്നനായിട്ടാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും വസ്ത്രം നിങ്ങൾക്ക് ഉടുത്തോടെ എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ ഉടനെ തന്റെ മക്കളോട് ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഉടുപ്പ് കൊണ്ടുവരാനായിട്ട് ജമ്മു കാശ്മീർ ഉടുക്കുന്ന ആ ഡ്രസ്സ് ചോദിച്ചു വാങ്ങിക്കുകയും എന്റെ അടുത്തിരുന്ന് തന്നെ ആ മനുഷ്യന് ആ ഡ്രസ്സ് എടുത്ത് കൊടുക്കുവാൻ തക്കനോടെയായി തീർന്നു. കൊടുത്തതിന് ശേഷം എന്റെ മനസ്സിൽ പെട്ടെന്ന്, കർത്താവ് ഇത്ര പെട്ടെന്ന് എങ്ങനെ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഈ മാറ്റം വന്നു? അദ്ദേഹത്തിന് തലക്കും മാറ്റം വന്നു, അദ്ദേഹത്തിന് സൗഖ്യം വന്നിട്ടില്ല, എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വ്യത്യാസം എനിക്ക് കാണുവാൻ തക്കനോടെയായി തീർന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ആ ഡ്രസ്സ് എല്ലാം എടുത്തുകൊണ്ട് വളരെ സൗമ്യനായി എന്റെ അടുത്തിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ആ മനുഷ്യന്റെ നേരെ ഇപ്രകാരം കൈയൂപ്പി എന്റെ അടുത്ത് ഇരിക്കുവാൻ തക്കനോടെയായി ഞാൻ അദ്ദേഹത്തിനോട് പ്രാർത്ഥിച്ചു. ഞാൻ ഹല്ലേലൂയ വളരെ സന്തോഷത്തോടെ അവിടെ നിന്ന് കടന്നുപോയി.
പിറ്റേ ദിവസം ഹാലേലുയ ആ ഭവനത്തിൽ നിന്ന് വീണ്ടും എന്നെ ആളന്വേഷിച്ചു വന്ന് നിങ്ങൾ ആ പ്രാർത്ഥിച്ചായ മനുഷ്യന് ഹാലേലുയ ഇന്നലെ രാത്രിയിൽ യാതൊരു പ്രയാസമുണ്ട് ആദ്യം ഭവനത്തിൽ കിടന്ന് സുഖമായി ഇരിക്കുവാൻ തക്കണം ഇടയായിത്തീർന്നു. അദ്ദേഹം ഇന്ന് ഡ്രസ്സുകളൊന്നും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രം വലിച്ചു കീറിയില്ല. നിങ്ങൾ വീണ്ടും വരണമെന്ന് എന്നെ ക്ഷണിച്ചുകൊണ്ട് അവർ തന്നെ എന്നെ കൂട്ടിക്കൊണ്ട് അവരുടെ ഭവനത്തിലേക്ക് വീണ്ടും കൊണ്ടുപോകാൻ തക്കണം ഇടയായിത്തീർന്നു. ഞാൻ അവിടെ കടന്നുപോയി ആ മനുഷ്യ വേണ്ടി പ്രാർത്ഥിച്ചു. പ്രിയ ദൈവമക്കളെ, ഏകദേശം 6 മാസത്തിന് ശേഷം ആ മനുഷ്യൻ പൂർണ്ണമായി സൗഖ്യമുള്ളവനായി ഹാലേലുയ ഞങ്ങളുടെ സഭയിൽ ആരാധനയ്ക്ക് കടന്നു വരുവാൻ തക്കണം ഇടയായി തീർന്നു. ഹാലേലുയ അദ്ദേഹം തന്നെ ഹാലേലുയ അതേ പ്രൈസ്ലോ സൈക്കിളെ ഓട്ടി ഹാലേലുയ താന് അവിടുന്ന് പർവ്വതത്തിൽ നിന്ന് താഴെ ഇറങ്ങി ഹാലേലുയ വലിയ പർവ്വതത്തിന് അടിവാരത്തുള്ള ആ ഒരു ഗ്രാമമാണ്. അവിടുന്ന് സൈക്കിളുമായി സൈക്കിളിൽ ചവിട്ടി സ്വന്തമായി ഭവനത്തിൽ കടന്നു വരുവാനും ഞങ്ങളുടെ ആരാധന കടന്നു വരാനും ദൈവത്തെ സ്തുതിക്കുവാൻ തക്കണം ഇടയായി തീർന്നു. അതിനുശേഷം ഞാൻ ജയിലിലായിരുന്ന സമയത്ത് ആ മനുഷ്യൻ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുവാൻ തക്കണമായിരുന്നു. അദ്ദേഹത്തെ പിന്നെ എനിക്ക് പ്രൈസലോ കാണുവാൻ തക്കണം. പ്രിയ ദൈവമക്കളെ, ഇതുപോലെ അനേക അത്ഭുതങ്ങൾ എന്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിച്ചറിയുവാനും വിടുതൽ കണ്ട് ദൈവത്തെ സ്തുതിക്കുവാനുള്ള അവസരമൊക്കെയും കർത്താവ് എനിക്ക് നൽകി തന്നു. എന്റെ സമയം നിർവഹിച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ നിർത്തുവാൻ തക്കണം ആഗ്രഹിക്കുകയാണ്. ഹാലേലുയ. പ്രിയ മക്കളെ, കർത്താവിന്റെ സാക്ഷിയായി അതേ ദൈവം എന്റെ കൈകളിൽ കൂടി ഹാലേലുയ അതേ പ്രാർത്ഥനയിൽ ജനത്തിന് കൊടുത്തായ വിടുതൽ, സൗഖ്യം, പ്രൈസലോ, രോഗശാന്തി ശുശ്രൂഷ, അതുപോലെ മറ്റ് വിവിധ നിലകളിൽ ദുഃഖിതരായി കഴിയുന്ന മനുഷ്യര് പ്രൈസലോ അവർ കർത്താവിലേക്ക് കടന്നു വരുവാനും സൗഖ്യം പ്രാപിച്ച് കർത്താവിലേക്ക് കടന്നു വരുവാനും ഒക്കെയും ജീവിതത്തിൽ വലിയ അവസരം എനിക്ക് ജീവിതത്തിൽ കണ്ടനുഭവിക്കാൻ തക്കണയായിട്ടും ഹാലേലുയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവിതത്തിൽ അനേക പ്രയാസങ്ങൾ, കഷ്ടങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നു വന്നെങ്കിലും അതൊക്കെയും പ്രൈസലോ ഒരു വാക്യം വായിച്ചുകൊണ്ട് ഹാലേലുയ പ്രൈസലോ ഞാൻ എന്റെ സാക്ഷിയിൽ നിന്ന് ഞാൻ വിരമിക്കുവാൻ തക്കണം. യെരമ്യാ പ്രവചനം 29-ാം അധ്യായം 11-ാം വാക്യം, നിങ്ങൾ പ്രത്യാശിക്കുന്നതായ ശുഭഭാവി പ്രാപിക്കുവാൻ തക്കണം. ഞാൻ നിരൂപിക്കുന്നതായ നിരൂപണം അത് തിന്മയ്ക്കായിട്ടല്ല നന്മയ്ക്കായിട്ട് അത്രയെന്ന് ഹാലേലുയ ദൈവത്തിന്റെ അരുളപ്പാട്. ഹാലേലുയ. അതെന്റെ ജീവിതത്തിൽ അനേക കഷ്ടങ്ങളിൽ കൂടി എനിക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. ഹാലേലുയ. എന്നാൽ ആ സുവിശേഷ വേലയെ കുറിച്ചുള്ള ആ പാഷൻ, ഹാലേലുയ, ആ ഒരു ആഗ്രഹം, ഹാലേലുയ, കഷ്ടങ്ങളുടെ നടുവിലും കർത്താവ് എനിക്ക് തുണ നിന്നുകൊണ്ട് ഹാലേലുയ ആ കഷ്ടങ്ങൾ എനിക്ക് അനുഗ്രഹമാക്കി തീർത്തുകൊണ്ട് ഹാലേലുയ ആ കഷ്ടങ്ങളിൽ കൂടി അനേക കർത്താവിലേക്ക് നയിക്കുവാനും അനേകര് ദൈവസ്ഥാനിലേക്ക് കൂട്ടി വരുത്തുവാൻ തക്കോണം ദൈവത്തിന്റെ ആത്മാവ് ഹാലേലുയ എന്നെ കരങ്ങളെടുക്കുവാൻ തക്കനോടെയായിരുന്നു. ജയിലിലായിരുന്ന സമയത്ത് അനേക പ്രയാസങ്ങളിൽ കൂടി എന്നെ അറിയുന്ന ദൈവദാസന്മാരൊക്കെയും വളരെ ദുഃഖത്തിലായിരുന്നപ്പോഴും ഞാൻ ജയിലിനകത്ത് വളരെ സന്തോഷത്തോടെ ഹാലേലുയ മുമ്പോട്ട് കടന്നു പോകാൻ തക്കണവേ. കാരണം കർത്താവിന്റെ സാക്ഷ്യമുള്ള വലിയ അവസരം എനിക്ക് ലഭിച്ചു. ഹാലേലുയ. മാത്രമല്ല ഞാനിവിടെ എന്റെ വൈഫ് ഹാലേലുയ വളരെ പ്രയാസത്തിന്റെ മധ്യേ കടന്നുപോയെങ്കിലും കർത്താവ് ഹാലേലുയ അവരെയും സൗഖ്യത്തോടെ സന്തോഷത്തോടെ പരിപാലിച്ചുകൊണ്ട് ഹാലേലുയ കർത്താവിന്റെ സാക്ഷിയാന്ന് നോക്കണം. എന്റെ പ്രിയപ്പെട്ടവർക്കും കർത്താവ് അവസരം ഒരുക്കി. നീക്ക് ഒരു മകനുണ്ട് ഹാലേലുയ, അവരും കുടുംബമായി അവർ കഴിയുന്നു. ഞാൻ ജയിലിലായിരുന്ന സമയത്ത് എൻ്റെ മകന്റെ വിവാഹം നടക്കുവാൻ തക്കനോടെയായിരുന്നു. എനിക്ക് ഒരു മകനാണുള്ള, മകള് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട മകന്റെ വിവാഹത്തിന് എനിക്ക് സംബന്ധിക്കുവാൻ തക്കാൻ സാധിച്ചത് ആ സമയത്ത് ഞാൻ ജയിലിലായിരുന്നു. എങ്കിലും വളരെ അനുഗ്രഹപ്രദമായ രീതിയിൽ ഹാലേലുയ ദൈവത്തെ അറിയുന്ന ഒരു പൈതലുമായി എൻ്റെ മകന്റെ വിവാഹം നടക്കുവാനും അവരും ഇന്ന് കുടുംബമായി മറ്റൊരിടത്ത് അവര് താമസിച്ചുകൊണ്ടിരിക്കുന്നു. ആ കുടുംബമായി താമസിച്ചത് ഞാനും എൻ്റെ വൈഫുമായി ഇവിടെ കർത്താവിന്റെ വേലയിൽ കർത്താവ് ഇതുവരെയും നടത്തി. കഴിഞ്ഞ ഏകദേശം ഞാൻ 1983 ഇവിടെ കടന്ന പ്രൈസലോ 43 വർഷത്തോളമായി കർത്താവിന്റെ സാക്ഷിയാകും തക്കണം കർത്താവിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസലോ തുടർന്നും കർത്താവിന്റെ വേലയിൽ മുന്നേറുവാൻ ദൈവം ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് മുന്നേറുവാൻ തക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയെ എന്നെ ഓർക്കണമേ. എന്റെ കേസിൽ നിന്ന് ഇതുവരെയും എനിക്ക് പൂർണ്ണമായ ഒരു വിടുതൽ കിട്ടിയിട്ടില്ല. ഓരോ മാസം എനിക്ക് കോർട്ടിൽ ഹാജരാകണം. ഈ മാസം 28-ാം തീയതി വീണ്ടും എനിക്ക് കോർട്ടിൽ ഹാജരാകണം. എന്റെ കേസിൽ നിന്ന് എനിക്ക് പൂർണ്ണമായ വിടുതൽ എനിക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ എൻ്റെ ചർച്ച്, ഗവൺമെന്റ് സീൽ ചെയ്തായ ചർച്ച് വീണ്ടും തുടർന്ന് എനിക്ക് ആരാധനയും മറ്റും എനിക്ക് തുടർന്ന് ആരംഭിക്കുവാൻ തക്കണം സാധിക്കുള്ളൂ. ഞാൻ ആരാധന സഭയിൽ നടത്തുന്നില്ലെങ്കിലും എൻ്റെ അടുത്ത് കൂടി വന്ന ആളുകൾ അവരൊക്കെ നഷ്ടപ്പെട്ടു പോകാതെ ഇവിടെയുള്ളതായ മറ്റ് സഭകളിൽ അവർ കൂടി വരുന്നു. എങ്കിലും എന്നെ കാണുമ്പോൾ അവരുടെ ഭവനങ്ങളിൽ വളരെ പ്രൈസലോട് അവർ വിളിക്കുന്ന സമയത്ത് മാത്രമേ ഞാൻ പോകുന്നു. കാരണം അവർ മറ്റുള്ള സഭകളിൽ ഇപ്പോൾ കടന്നു പോകുന്നതുകൊണ്ട്. എങ്കിലും ഞാൻ വിളിക്കുന്ന സമയത്ത് അവരുടെ ഭവനത്തിൽ കടന്നുപോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെയും ചെയ്തോടെ എന്നും കർത്താവിന്റെ സാക്ഷിയായി മുന്നേറുവാൻ തക്കണം ദൈവം എനിക്ക് അവസരം തന്നെ. എനിക്ക് പ്രകാരം ഈ ഹാൻഡ് ഓഫ് ജീസസ് എന്നുള്ളതായ ഈ പ്രവർത്തന മധ്യേ കർത്താവിന്റെ സാക്ഷിയായി നിങ്ങളോടൊപ്പം അല്പസമയം എൻ്റെ കർത്താവിനെ സാക്ഷിക്കുവാൻ തക്കണം, എൻ്റെ ജീവിതാനുഭവത്തിൽ കൂടി സാക്ഷിക്കുവാൻ തക്കണം. ഇങ്ങനെ അവസരം ഒരുക്കി തന്നായ ഇതിന്റെ സംഘാടകരോടും എല്ലാ പ്രിയപ്പെട്ടവരോടും എൻ്റെ ഹൃദയംഗമായ നന്ദിയും സ്നേഹവും
പറഞ്ഞുകൊണ്ട് നമ്മുടെ ബഹുമാനനായ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ വരവിനായി നമുക്ക് എല്ലാവർക്കും ഒരുങ്ങി അനേകരെ കർത്താവിലേക്ക് നയിക്കുവാൻ തക്കണം. പ്രിയപ്പെട്ട നിങ്ങൾ എല്ലാവരെയും കർത്താവ് അതിനായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാട്ടെ എന്നുള്ള ആശംസയോടും പ്രാർത്ഥനയോടും കൂടി ഈ സമയത്ത് ഞാൻ നിർത്തുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.